ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം ഡോക്ടർ അനിതയ്ക്ക് ഞാൻ വളരെ ആത്മാർത്ഥമായി നന്ദി പറയുകയാണ്. കാരണം ഡോക്ടർ അനിത എടുത്ത ധൈര്യപൂർവ്വം എടുത്ത ഒരു സ്റ്റെപ്പ് ചരിത്രം സൃഷ്ടിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളെ ഞാനാണ് അങ്ങനെ സജസ്റ്റ് ചെയ്തത്, അനിത നമുക്കൊരു മലയാളം വെബിനാർ കൂടുന്നവർക്ക് വേണ്ടിയിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങാമെന്ന്. അപ്പോൾ ഒരാഴ്ച തീരാനായപ്പോഴത്തേക്കും ഡോക്ടർ ശശി വിളിച്ചിട്ട് പറഞ്ഞു ഡോക്ടറെ 50 പേര് ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പം അന്നൊരു ചരിത്രമായിരുന്നു. 50 പേര് 50 പേർക്ക് താല്പര്യമുണ്ട് മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിലുള്ളവർക്ക് GNM അതുവരെയും ഒരു എതിർക്കപ്പെടേണ്ട എന്തോ അല്ലെങ്കിൽ ഹോമിയോപ്പതി ഡോക്ടേഴ്സിന് ശത്രുതാ മനോഭാവം കീപ്പ് ചെയ്തിരുന്ന ഒരു ശാസ്ത്രത്തിലേക്ക് ഇത്രയും പേര് വന്നു എന്നുള്ളത്. പക്ഷേ ഇന്നത്തെ സന്തോഷം, ഇന്ന് എനിക്ക് കുറേ സന്തോഷകരമായ കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ട്. ഇതൊന്നും ആരുടെയെങ്കിലും ഒരു അച്ചീവ്മെൻ്റ് ആയിട്ടല്ല ഞാൻ പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഞാൻ എങ്ങനെ ഡോക്ടർ ഹാമറിനെയും ഡോക്ടർ ഹാനിമനെയും 2 ലെജൻസ് ആയിട്ട് കണക്കാക്കി. ലെജൻസ് എന്ന് പറഞ്ഞാൽ പോരാ, അത് ലെജൻഡറി ആയിട്ടുള്ള ഒത്തിരി പേരുണ്ട്. അങ്ങനെയല്ല, ഒരു പ്രൊഫറ്റ്സ് ആയിട്ട് പറയും. ഞാൻ പ്രൊഫറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു ഡിവിനിറ്റിയും അല്ലെങ്കിൽ ഒരു സ്പിരിച്വാലിറ്റി ഒക്കെ ചേർത്തിട്ടാണ് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത്. കാരണം ഇവരൊക്കെ മനുഷ്യരായിരുന്നു, പക്ഷെ അവർ പ്രൊഫറ്റ്സ് ആണ്. എല്ലാ പ്രൊഫറ്റ്സും ഇതുപോലെ കടന്നുപോയി, അവരൊക്കെ മരിച്ചുപോയി. അതുപോലെ തന്നെ ഡോക്ടർ ഹാനിമാനും മരിച്ചുപോയി, ഡോക്ടർ ഹാമർ മരിച്ചുപോയി. പക്ഷെ ഡോക്ടർ ഹാമർ മരിച്ചതിന് ശേഷവും വളരെ വേഗം അദ്ദേഹം പഠിപ്പിച്ച കാര്യങ്ങൾ ലോകത്തിൽ പ്രചരിക്കുന്നു എന്നുള്ളതിൻ്റെ വലിയ വലിയ ഉദാഹരണങ്ങൾ സംഭവിക്കുകയാണ്. ഇന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ. അപ്പോൾ അത് ടനിയ വെർക്കിൻ എന്ന് പറയുന്നൊരു കാനഡക്കാരത്തിൻ്റെ ഇതാണ്. അപ്പോൾ ഇന്ന് യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ ധാരാളം വീഡിയോസാണ് GNM വരുന്നത്. അപ്പം നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ അല്ലെങ്കിൽ ഗ്ലോബൽ GNMലോ മാത്രമല്ല വളരെ സന്തോഷകരമായ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവൻ നടക്കുകയാണ്. ഞാൻ പലപ്പോഴും വൈൽഡ് ഫയർ പോലെ, ഒരു കാട്ടുതീ പോലെ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം അതിൻ്റെ ഇൻഹറൻ്റ് ആയിട്ടുള്ള റെവല്യൂഷണറി ആയിട്ടുള്ള സമീപനം ഇതുവരെയും ലോകത്തിൽ ആരും പറഞ്ഞ പോലെ അല്ല ആരോഗ്യത്തെക്കുറിച്ച് പറയുന്നു. അതിൻ്റെ വിഷയത്തിലേക്ക് ഞാൻ കടന്നു പോകാം. അതിനു മുമ്പായിട്ട് ഞാൻ കുറച്ച് ഈ പറയുന്ന സന്തോഷകരമായ കാര്യങ്ങൾ കൂടി പങ്കുവെക്കട്ടെ. ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൽ 175 പേരുണ്ട്. കഴിഞ്ഞ ദിവസം 50 പേരുള്ള നമ്മുടെ സെമിനാർ കൂടാൻ വന്നു. അതൊക്കെ വളരെ റെയറായിട്ട് നടക്കുന്ന സംഭവമാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് 50ലേക്ക് കൂടിയ പാർട്ടിസിപ്പൻസ്. നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുവാണെങ്കിൽ ആരെയാണ് കൊണ്ടുവരേണ്ടത്? നിങ്ങളുടെ പരിചയത്തിൽ ആരോഗ്യപരമായ കാര്യങ്ങളെക്കുറിച്ച് പേടിച്ചിരിക്കുന്നവർ, എനിക്ക് ക്യാൻസർ ആകുമോ, എന്താ ഈ വാദം പോകാത്തത്, എന്താണ് എനിക്ക് എൻ്റെ കുട്ടി ഇങ്ങനെയാകുന്നത്, മെൻ്റലി റിട്ടാർഡാകുന്നത്, എന്തുകൊണ്ടാണ് ഡിസ്ലെക്സിക് ആകുന്നത്, അങ്ങനെ നമ്മുടെ കുടുംബത്തിന് ചുറ്റും അല്ലെ നമുക്ക് തന്നെ ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്ത വളരെ കുറച്ച് പേര് കാണുന്ന ഒരു സമൂഹത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ മാത്രമല്ല, കേരളത്തിലെ ഏറ്റവും കൂടുതലാണ്. അപ്പോൾ എന്താണ് ഈ ആരോഗ്യ പ്രശ്നം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു അറിവ് തരുന്ന ഒരു ശാസ്ത്രം, അത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പ്ലാനിൽ ഇത് ജനങ്ങളിൽ എത്തിക്കണം. അതുകൊണ്ടാണ് ഞാൻ പിന്നെ പറയാം, അതായത് ഗ്രേറ്റസ്റ്റ് ഡിസ്കവറി ഓഫ് ഹ്യൂമാനിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം ഒരു പാരഡൈം ഷിഫ്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു അപ്സൈഡ് ഡൗൺ ആവുകയാണ്. ഇതുവരെ നമ്മൾ പഠിച്ചതെല്ലാം തലകീഴെ മാറ്റി മറിക്കുന്ന ഒരു സംഭവമാണ് ഡോക്ടർ ഹാമർ ഈ ലോകത്തിൽ നിന്ന്. വിഷയത്തിലേക്ക് നമുക്ക് പിന്നീട് കിടക്കാം. അതിനു മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ പറയട്ടെ. ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ് 9 വർഷം മുമ്പ്, അതായത് 9ഓളം വർഷം മുമ്പ് 2017 ജാനുവരി 26-നാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം ഒരു വാട്സപ്പ് ഗ്രൂപ്പിലായിട്ടാണ് തുടങ്ങിയത്. ഇമ്മീഡിയറ്റ്ലി 2, 3, 4 അങ്ങനെ 18 വാട്സപ്പ് ഗ്രൂപ്പിൽ ഓൾമോസ്റ്റ് ഫുൾ. അന്ന് 250 പേരെ പറ്റുള്ളായിരുന്നുള്ളൂ ഒരു ഗ്രൂപ്പിൽ. 250 പേരുള്ള 18 വാട്സപ്പ് ഗ്രൂപ്പ്. അതിൻ്റെ അകത്ത് പഞ്ചാബി ഉണ്ടായിരുന്നു, ഹിന്ദി ഉണ്ടായിരുന്നു, അങ്ങനെ ലോക്കലായിട്ട് 1-2 ഗ്രൂപ്പ്, കൂടാതെ മലയാളം ഇല്ല. അന്നേരം ഞാൻ മലയാളം ഓഡിയോസ് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ആ 18 എണ്ണത്തിൽ പലരും താല്പര്യം കാണിക്കുന്നവരല്ലാത്തതുകൊണ്ട്, ഡോർമെന്റ് മെമ്പേഴ്സ് എന്ന് പറയും, സൈലന്റ് ആയിരുന്നുകൊണ്ട് അത് മാറ്റിയിട്ട് കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് സ്ക്രീൻ ചെയ്ത് ഞങ്ങൾക്ക് ഇപ്പോൾ 2 വാട്സപ്പ് ഗ്രൂപ്പുകളിലാണുള്ളത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി, ഫ്രീ ആണ്. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോഴത്തെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പേര് ഗ്ലോബൽ GSK ഫൗണ്ടേഷൻ എന്നാണ്. ഞങ്ങളത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊരു ഫൗണ്ടേഷൻ എന്നുള്ള പേരൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം 2 ഗ്രൂപ്പിൽ ഏതിലെങ്കിലും നിങ്ങൾക്ക് ചേർന്ന് കൂടുതൽ വിവരങ്ങൾ അറിയണം
ദൈനംദിനം നടക്കുന്നത് നമ്മുടെ ഇന്ത്യയിലും നമ്മുടെ മലയാളത്തിലും ലോകം മുഴുവൻ നടക്കുന്ന ചേഞ്ചസ് ഒക്കെ അവിടെ പോസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ചർച്ചകൾ നടക്കുന്നുണ്ട്. നിങ്ങൾക്കതിൽ പങ്കെടുക്കാം. അപ്പോൾ ഒരു റിക്വസ്റ്റ് എൻ്റെ നമ്പറിലേക്ക് നിങ്ങൾ അയച്ചാൽ മതി. വാട്സപ്പ് മെസ്സേജ് ആയിട്ട് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളെയും അതിൻ്റെ അകത്ത് ചേർക്കുന്നതായിരിക്കും. ഇനി വളരെ സന്തോഷകരമായ കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നാളെ അതായത് ബുധനാഴ്ച GHK ബേസ്ഡ് ഹോമിയോപ്പതി മാസ്റ്ററി എന്ന കോഴ്സിൻ്റെ അടുത്ത ക്ലാസ് നടത്തുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ഡോക്ടർ VM ശശിധരനാണ്. നമ്മുടെ സ്വന്തം സുഹൃത്ത്, നമ്മുടെ ഫാക്കൽറ്റി, ഇവിടെ എല്ലാ വെള്ളിയാഴ്ചകളിലും വന്ന് ക്ലാസ് എടുക്കുന്ന അദ്ദേഹം എൻ്റെ ഓഡിയോ ക്ലിപ്പുകളൊക്കെ കേട്ട് പഠിച്ചു, പിന്നെ വെബ്സൈറ്റ് വായിച്ച് പഠിച്ചു. വളരെ തറവായിട്ട് പുള്ളിക്കാരന് വിഷയം അറിയാം. അപ്പം അദ്ദേഹം ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമിലേക്ക് നാളെ കാലുവെക്കുകയാണ്. കാരണം ഇതൊരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമാണ്, ഗ്ലോബൽ GSKയുടെ പ്ലാറ്റ്ഫോമിലേക്ക്, അതിലേക്ക് നാളെ നടത്തുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഡോക്ടർ ശശിധരൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസ് GSK ബേസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഹോമിയോപ്പതി, അത് ഹോമിയോപ്പതി ഗ്രൂപ്പാണ്, ഹോമിയോപ്പതി മെഡിസിൻ കൂടുതൽ എങ്ങനെ ശരിയാക്കി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ക്ലാസ്. അപ്പോൾ അത് പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ഇനി 24 മണിക്കൂർ ഇല്ല, കാരണം നാളെ അത് 8 മണിക്കായിരിക്കും. നാളെ 9 മണിക്കാണ്, ഞായറാഴ്ചത്തെ ക്ലാസ്സാണ് 8 മണിക്ക്. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ അവസാനം 5 മണി 6 മണിയോടുകൂടി ലിങ്ക് കിട്ടത്തക്ക രീതിയിൽ ഞാൻ അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഈ ക്ലാസ്സുകൾ നടത്തുന്ന, അല്ലെങ്കിൽ ഡോക്ടർ ശശിധരനും ഞാനും ഒക്കെ ഉൾപ്പെടുന്ന ഈ ഫാക്കൽറ്റി ടീം 27 മെമ്പേഴ്സാണ്. ഇവരെല്ലാം സീനിയർ ഡോക്ടേഴ്സാണ്. അതിൽ പലരും ഇവിടെ ഉള്ളവരുണ്ട്, ലോകം മുഴുവനുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ 27 senior homeopaths, exclusively homeopaths. So they have formed a faculty, and Dr. Shashidharan is one among this esteemed. അപ്പോൾ അദ്ദേഹത്തെ കൺഗ്രാജുലേറ്റ് ചെയ്യും, നമുക്ക് ബെസ്റ്റ് വിഷസ് പറയുകയും ചെയ്യാം, അതിലേക്ക് വിളിക്കുന്നു. പിന്നെ അടുത്ത സൺഡേയിലുള്ള ക്ലാസ് വളരെ പെക്യൂലിയർ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ടോപ്പിക് ഹൗ ടു ലിവ് എ ബയോളജിക്കൽ ഹാർമണി. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു മെയിൽ സൈക്കോളജി അല്ലെങ്കിൽ മെയിൽ ബയോളജി, ഫീമെയിൽ ബയോളജി, ഇതെങ്ങനെയാണ് യുണൈറ്റ് ചെയ്തിട്ട് ഈ ലോകത്തെ വളരെ ഹാർമോണിയസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നുള്ള വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ്. 2 ലേഡീസ്, വൺ ഈസ് ജിയാനിൻ ട്രെമോളറ്റ് ആൻഡ് ദി അതർ ഈസ് ജൂലി മിന്ത. വൺ ഈസ് ഫ്രം കാനഡ ആൻഡ് അനദർ ഈസ് ഫ്രം USA. അപ്പോൾ ഇവർ 2 പേരും കൂടിയാണ് ക്ലാസ് എടുക്കുന്നത് ഞായറാഴ്ച. അപ്പോൾ ഞായറാഴ്ചക്കുള്ളിലായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്താലും നിങ്ങൾക്ക് ഞായറാഴ്ചത്തെ ക്ലാസ് കൂടാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ മിസ് ചെയ്യരുത് എന്ന് പറയാനാണ് ഞാനിത് ഇത്രയും പറഞ്ഞത്. വളരെ സന്തോഷകരമായ വേറൊരു കാര്യം, ഈ ഗ്ലോബൽ GSK ഫാക്കൽറ്റി, അത് ഹോമിയോപ്പത്സ് അല്ലാത്തവരുടെ 40 മെമ്പേഴ്സ് നമുക്കുണ്ട്. ഇവരിൽ 2 പേരാണ് ഞായറാഴ്ച ക്ലാസ്സിൽ. നാളെ ഡോക്ടർ ശശിധരൻ്റെ. വളരെ സന്തോഷകരമായൊരു കാര്യം, USA-ൽ എനിക്ക് തോന്നുന്നു ഒരു 10 വർഷത്തിൽ കൂടുതലായി ആൻറ്റി ലോക്കിമിയേഴ്സ് എന്ന് പറഞ്ഞാൽ, എൻ്റെ ക്ലാസ്മേറ്റ് ആണ് അവർ. ഞങ്ങൾ ഓസ്ട്രേലിയയിൽ 2019 ഒരുമിച്ച് കാരോളിൻ മർക്കോളിൻ്റെ ശിഷ്യരായിരുന്നവരാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഞാൻ ഇന്ത്യയിൽ തുടങ്ങിയ പോലെ തന്നെ പുള്ളിക്കാരത്തി USA-ൽ GHK USA എന്നായിരുന്നു ആദ്യം. ഞങ്ങൾ ഇന്ത്യ ആക്കിയപോലെ GNM ഇന്ത്യ എന്ന് പറഞ്ഞ പോലെ തന്നെ GNM USA, അത് കഴിഞ്ഞ് ഗ്ലോബൽ USA ആയി. ഇപ്പോൾ അത് GSK ഗ്ലോബൽ, അതിൻ്റെ ഗ്ലോബൽ അപ്പുറപ്പുറമായെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്ന ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ അമേരിക്കൻ ഓർഗനൈസേഷനുമായിട്ട് കൊളാബറേഷൻ ആയിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി അങ്ങോട്ടേക്ക് ഒരുമിച്ച് മൂവ് ചെയ്യാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഞങ്ങൾ 2 പേരും, അല്ലെങ്കിൽ ഞങ്ങളുടെ 2 സംഘടനകൾ. അതോടൊപ്പം തന്നെ സന്തോഷകരമായ വേറൊരു കാര്യം നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്, നിങ്ങളുടെ ടെക്നിക്കൽ ടീമിലെ 1-2 പേരെയും കൂടെ ആഡ് ചെയ്തിട്ട് അതൊന്ന് എൻഹാൻസ് ചെയ്യുവാണ്, അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ കൂടുവാണ്. അതുകൊണ്ട് കൂടുതൽ സജീവമായിട്ട് കൂടുതൽ സോഷ്യൽ മീഡിയയിലുള്ള ആക്ടിവിറ്റീസൊക്കെ കൂടുതൽ ഭംഗിയായിട്ട് നടത്താനായിട്ട് നമുക്ക് സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം ഇത് വളരുകയാണ്, ഗ്ലോബൽ GSK ഫൗണ്ടേഷൻ വളരുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഇവാലുവേഷൻ നടത്തിയപ്പോൾ 400 മെമ്പേഴ്സ്, പെയ്ഡ് മെമ്പേഴ്സ് ഉണ്ട് നമുക്ക്. 400 മെമ്പേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ്. 65 രാജ്യങ്ങളിലുള്ളവർ നമ്മുടെ വെബ്സൈറ്റ് globalgnm.com വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനോടകം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് 150ഓളം ഓഡിയോസ്
നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കേൾക്കാൻ പറ്റും. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചൊരു താല്പര്യം വരത്തക്ക രീതിയിലുള്ള മലയാളം ഓഡിയോസ് ഉണ്ട്. അതുപോലെ 20ഓളം, ഇപ്പോൾ ഡോക്ടർ അനിത പറഞ്ഞാൽ 20ഓളം മലയാളം വീഡിയോസ് കംപ്ലീറ്റ് ഹെൽത്ത് എന്ന് പറയുന്ന ഡോക്ടർ അനിതയുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്തൊരു 17-ാമത്തേതാണ് എൻ്റെ എന്നാണ് അനിത പറഞ്ഞത്. അതുപോലെ തന്നെ 6-7 എണ്ണം ഡോക്ടർ ശശി തരനും അതിൻ്റെ അകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വെള്ളിയാഴ്ച ഡോക്ടർ ശശിധരൻ്റെ ആയിരിക്കും. നിങ്ങളോട് ഞാൻ മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, 440 ഓഡിയോ ക്ലിപ്പിംഗ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇപ്പോൾ തന്നെ ഞങ്ങളുടെ വെബ്സൈറ്റിൽ കേൾക്കാൻ പറ്റും. അത് വീഡിയോ ഫോർമാറ്റിലാക്കിയിട്ട് ഡെയിലി പോഡ്കാസ്റ്റ് ആയിട്ട് എല്ലാവരുടെയും, ലോകം മുഴുവനുള്ളവരുടെ അടുത്ത് എത്തിക്കത്തക്ക രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ് ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ, നമ്മുടെ യൂട്യൂബ് ചാനൽ ഗ്ലോബൽ GSK എന്നാണ്. നിങ്ങൾ ഗ്ലോബൽ GSK എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 100ഓളം അടുത്തിട്ടുള്ള ഫ്രീ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ഞങ്ങളുടെ 2-3 സെലിബ്രേഷൻസ്, 8th ആനിവേഴ്സറീസ്, 7th ആനിവേഴ്സറി, പിന്നെ കഴിഞ്ഞ പ്രാവശ്യം അതിന് മുമ്പത്തെ 3 പ്രാവശ്യമുള്ള വേൾഡ് GNM ഡേ സെലിബ്രേഷൻസിന്റെ ഭാഗമായിട്ടുണ്ടാക്കിയ എല്ലാം യൂട്യൂബിൽ ഫ്രീ ആയിട്ട് അപ്ലോഡ് ചെയ്തു. അത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് ഞാൻ ജസ്റ്റ് അത് ഒന്ന് വാല്യുവേറ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും 50,000, അതായത് ഫ്യൂ കൂടെ കഴിഞ്ഞാൽ 50,000 വ്യൂസ് ഉണ്ടായിട്ടുണ്ട്, 3,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ധാരാളം പെയ്ഡ് വെബിനാർസ്, അത് പെയ്ഡ് ആയിട്ടുള്ള, പെയ്ഡ് മീൻസ് വളരെ നോമിനലാണ്. ഒരു വർഷത്തേക്കാണ് വെറും 2,500 2,360. ഇനി GST ഒക്കെ കുറച്ചുകൊണ്ടത് ഇനി കുറയുമെന്ന് അറിയത്തില്ല. 2,000 റുപ്പീസാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. 2,000 റുപ്പീസ് ഫോർ 1 ഇയർ. ജസ്റ്റ് ഇമാജിൻ, നിങ്ങൾക്ക് അതിൻ്റെ 20 റുപ്പീസ് ആയിട്ടാണ് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാണ്ട് നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ട്. അത് നമ്മുടെ ടെക്നിക്കൽ എക്സ്പെൻസിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ സഹകരിക്കുക, കൂടുതൽ പേരിലേക്ക് ഇത് എത്തിക്കുക. നമ്മൾ ഷെയർ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ലിങ്കുകളൊക്കെ മറ്റുള്ളവരിൽ എത്തിക്കുക. അങ്ങനെ കൂടുതൽ പേരിലേക്ക് ഇത് ഒരു സേവനമായിട്ടാണ് കണക്കാക്കേണ്ടത്. കാരണം മറ്റുള്ളവർക്ക് ബെനിഫിഷ്യൽ ആണ് എന്നുള്ളത് കൊണ്ടാണ് കൂടുതൽ പേര് ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് ചെയ്യണം. പിന്നെ വളരെ 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 പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് നമുക്ക് കേരളക്കാർക്ക് സന്തോഷിക്കേണ്ട ഒരു കാര്യവും കൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് 9th ആനിവേഴ്സറി സെലിബ്രേഷൻസ് മിക്കവാറും ഫൈനലായിട്ട് ഡിക്ലെയർ ചെയ്യാനായില്ല, എന്നാലും പറയുകയാണ് അത് കൊച്ചിയിൽ വെച്ചായിരിക്കും നടക്കുന്നത്. നമ്മുടെ കേരളത്തിൽ കൊച്ചിയിൽ വെച്ച് നടത്തുന്നതിനെ കുറിച്ചൊരു ഇൻ പ്രിൻസിപ്പിൾ ഒരു തീരുമാനമായിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ഡെവലപ്മെന്റ്സ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നതായിരിക്കും. അത് January 25 and 26 ആണ്. അപ്പോൾ 26-നാണ് നമ്മുടെ ശരിക്കുള്ള ഇനാഗുറേഷൻ നടന്നത്, ആനിവേഴ്സറി ഡേ. അപ്പോൾ 25 ഞായറാഴ്ചയാണ്, 26 ഹോളിഡേ എന്നൊക്കെയുള്ള സങ്കല്പത്തിൽ നമ്മൾ അങ്ങനെ വിചാരിക്കും. അപ്പൊ ചുരുക്കമാണ്, അതായത് ഗ്രേറ്റസ്റ്റ് ഡിസ്കവറി ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി ഈസ് ഗോയിങ് ടു ബി GHK ഓർ GNM. അത് നിങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ഒരു സർവീസ്. അത് നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും, നിങ്ങൾക്ക് ഒരു ഡോക്ടർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു കടമയായിട്ട് മാറും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. ഇന്നത്തെ വിഷയം നിങ്ങൾ ഓൾറെഡി അതിൻ്റെ ഇതിലൊക്കെ കണ്ടതാണ്, പോസ്റ്ററിൽ കണ്ടതാണ്. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഐ. ഇപ്പം ഞാൻ ഇതുവരെയുള്ളത് ഫണ്ടമെന്റൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഒക്കെ ഡിസ്കസ് ചെയ്തു. 5 ബയോളജിക്കൽ ലോസ് ഡിസ്കസ് ചെയ്തു. ഈ അവസാനം വന്നവർ, ആദ്യത്തെ ക്ലാസ്സൊക്കെ മിസ് ചെയ്തവർക്ക് തീർച്ചയായിട്ടും യൂട്യൂബിൽ പോയിട്ട് പഴയത് കാണാം. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ സ്ഥിരമായിട്ട് ഇടുന്നുണ്ട്. നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി, യു വിൽ ബി ഓട്ടോമാറ്റിക്കലി ടേക്കൺ. അവിടെ ഒരു 18 വീഡിയോസ് ഇപ്പം തന്നെയുണ്ട്. ബാക്കിയും കൂടെ ഉടനെ ഇടുമെന്നാണ് ഡോക്ടർ അനിത പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കൊരു 10-25 വീഡിയോസ് കാണാം. ഇത് നിങ്ങളുടെ സമയം അനുസരിച്ച് കണ്ടാൽ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ മുതൽ ഹോമിയോപ്പതി എങ്ങനെയാണ് റിലേറ്റഡ് ആയിട്ടുള്ളതെന്ന് ഡോക്ടർ ശശിധരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ അതിൻ്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് എടുത്തു. കഴിഞ്ഞ ദിവസം അതിൻ്റെ ലെയറിൻ്റെ എൻഡോഡേം ഡിറൈവേറ്റീവ്സ് ആയിട്ടുള്ള ലെയറിനെ കുറിച്ച് എടുത്തു. അത് കഴിഞ്ഞിട്ട് ബ്രെയിൻ ചർച്ച ചെയ്തു. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഡിസീസ് എന്ന് പൊതുവെ അറിയപ്പെടുന്ന, സാധാരണ ഡോക്ടർ ഹാമർ പറഞ്ഞത് ഡിസീസിന്റെ പേരിലാണ് നമ്മൾ മെഡിക്കൽ കോളേജിലെ വിഷയങ്ങൾ പഠിച്ചിരുന്നു. ഹെഡ്, നെക്ക്, റെസ്പിറേറ്ററി സിസ്റ്റം, ജനറേറ്റീവ് റിപ്രൊഡക്റ്റീവ് സിസ്റ്റം, അങ്ങനെയല്ല പഠിക്കേണ്ടത്. ജർമിനൽ ലെയർ വെച്ചിട്ട് തുടങ്ങണം. ഫോർ എക്സാമ്പിൾ, ഓൾ ടിഷ്യൂസ് ഡിറൈവ്ഡ് ഫ്രം ദി എൻഡോഡേം ആണ് പഠിച്ചു തുടങ്ങി. എൻഡോഡേമോ എക്ടോഡേമോ ഏതെങ്കിലും.
അപ്പോൾ അങ്ങനെ തുടങ്ങി കഴിഞ്ഞിട്ട് ഗോ ടു ദി ഓൾഡ് മീസോഡയം അല്ലെങ്കിൽ സെറിബെല്ലം കൺട്രോൾഡ് ടിഷ്യൂസ്, അല്ലെങ്കിൽ അതിനുശേഷം ന്യൂ മീസോഡയം ഡിറൈവേറ്റീവ്സ്, അല്ല സോറി, ന്യൂ മീസോഡയം കൺട്രോൾഡ് ടിഷ്യൂസ്, അത് കഴിഞ്ഞ് ഫൈനലി എക്ടോഡയം കൺട്രോൾ. ഒന്നെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് ഡോക്ടർ ഹാമർ പറഞ്ഞത്. പക്ഷെ ഞാനിപ്പോൾ തുടങ്ങാൻ പോകുന്നത് ഒരു ഓർഗനെ സംബന്ധിച്ചിടത്തോളം, ഞാൻ പല പ്രാവശ്യം പറഞ്ഞുള്ള കാര്യമുണ്ട്, ഒരു സിംഗിൾ ഓർഗൻ എടുത്താൽ, ലെറ്റ് ഇറ്റ് ബി എനി ഓർഗൻ, ഹാർട്ടായാലും കിഡ്നി ആയാലും ലിവർ ആയാലും, ഒരു ഓർഗൻ എന്ന് പറയുന്നതിൽ തന്നെ പല ഡിറൈവ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏത് ജർമ്മനി ലെയറിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിട്ടുള്ള ആ ഡിറൈവ്ഡ് ടിഷ്യൂസ് ഇതിൻ്റെ അകത്ത് സ്കാറ്റേഡ് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് ഏത് ടിഷ്യൂവിനെ ബാധിക്കുന്നതാണ് ദാറ്റ് പർട്ടിക്കുലർ കംപ്ലൈന്റ് എന്ന് മനസ്സിലായാലേ അതിൽ ഏത് സ്റ്റേജിലാണ് ഈ പർട്ടിക്കുലർ മാനിഫെസ്റ്റേഷൻ. വി ഡോണ്ട് യൂസ് ദി നെഗറ്റീവ് വൊക്കാബുലറി. എന്തൊക്കെയാണ് ഡിസീസ് എന്ന് നമ്മൾ പറയുന്നില്ല, ബിക്കോസ് എവറി ഡിസീസ്, സോ കോൾഡ് ഡിസീസസ് ഈസ്, എവറി ഡിസീസ് ഈസ് എ പ്രോഗ്രാം, ബെനഫിഷ്യൽ പ്രോഗ്രാം. അതിൻ്റെ വിശദമായിട്ട് നമ്മൾ പഠിപ്പിച്ചതാണ്, അതെല്ലാം കഴിഞ്ഞതാണ്. ഇനി നമ്മൾ ഒരു പ്രോഗ്രാമിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ബെനഫിഷ്യൽ ആയിട്ടുള്ള പ്രോഗ്രാം മാത്രമേ നമ്മുടെ ശരീരത്തിലുള്ളൂ. അല്ലാതെ ഡിസീസ് അറ്റാക്ഡ് മീ, അല്ലെങ്കിൽ ഫീവർ കോട്ട് മീ, അല്ലെങ്കിൽ ഡയബറ്റീസ് പിടിച്ചു, സ്ട്രോക്ക് അടിച്ചു, ക്യാൻസർ വന്നു, വരുകയില്ല, പിടിക്കുകയില്ല, വന്നുമില്ല, ഒന്നുമില്ല. സോ ഇറ്റ്സ് ഓൾ ഫ്രോം വിതിൻ. നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഈ പറയുന്ന മാനിഫെസ്റ്റേഷൻസ് വരുന്നത്. അതിന് കൃത്യമായ കാരണം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. ആ ഉള്ളെന്ന് പറയുന്നത് സൈക്കിയാണ്. ഏറ്റവും പ്രധാന സൈക്കിയാണ്. സൈക്കി എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന കോൺഫ്ലിക്ട്സ് ആണ്. അത് കാരണം കൊണ്ട് മാത്രമേ സോ കോൾഡ് ഡിസീസ് ഉണ്ടാകുന്നു ഡോക്ടർ ഹാമർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അതുകൊണ്ട് മാത്രമേ, അല്ലാതെ മോസ്റ്റ് ഓഫ് ദി ഡിസീസസ് ക്യാൻ ബി, അങ്ങനെയൊന്നുമല്ല. ഒള്ളി ട്രിഗറിങ്, കിക്ക് സ്റ്റാർട്ടിങ്, കോസേഷൻ ആയിട്ടുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ദാറ്റ് ഈസ് കോൺഫ്ലിക്ട്സ് ഇൻ ദ സൈക്കിക് ലെവൽ. അപ്പൊ ആ കോൺഫ്ലിക്ട്സിന് അല്ലാതെ വരുന്ന 3 കാര്യങ്ങൾ ഞാൻ പല പ്രാവശ്യം പറഞ്ഞാണ്, അതിലേക്ക് ഞാൻ മുന്നേ പോകുന്നില്ല. 1 ഈസ് ട്രോമ, അല്ലെങ്കിൽ ആക്സിഡന്റ് ഇഞ്ചുറി. നമ്പർ 2 ഈസ് പോയ്സണിങ്, സം ടോക്സിക് കണ്ടീഷൻസ്. നമ്പർ 3 ഈസ് മാൾ ന്യൂട്രീഷൻ. ഈ 3 കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയുണ്ടാകുന്ന എല്ലാ രോഗങ്ങളുടെയും കാരണം സൈക്കിക് കോൺഫ്ലിക്ട്സ് ആണ്. അപ്പോൾ അതാണ് അതിൻ്റെ അടിസ്ഥാനം. എന്നെ ആദ്യമായി ശ്രമിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഇത് ജർമ്മൻ ന്യൂ മെഡിസിൻ എന്ന് പറയുന്ന ഏറ്റവും നവീനമായ, ഏറ്റവും പുതിയ ഒരു വൈദ്യശാസ്ത്രം, വൈദ്യം എന്ന് പോലും പറയണ്ട, ഒരു ആരോഗ്യ സംബന്ധമായിട്ടുള്ള ഒരു ശാസ്ത്രം നമുക്ക് ഡോക്ടർ ഹാമർ എന്ന് പറയുന്ന, റൈക്കെ ജിയത് ഹാമർ എന്ന് പറയുന്ന ഒരു ജർമ്മൻ ഡോക്ടർ സമ്മാനിച്ചിട്ട് അദ്ദേഹം 2017 മരിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഡയറക്റ്റ് ഡിസൈപ്പിൾസ് ആയിട്ടുള്ളവരും അവരുടെ ഡിസൈപ്പിൾസ് ആയിട്ടുള്ളവരും ഈ ലോകം മുഴുവൻ ഈ ശാസ്ത്രം പഠിപ്പിക്കുകയാണ്. കാരണം അത്രമാത്രം റെവല്യൂഷണറിയാണ്, അത്രമാത്രം ബെനിഫിഷ്യലാണ്, അത്രമാത്രം ഹ്യൂമാനിറ്റേറിയൻ ആണ്, അത്രമാത്രം ബയോളജിക്കലാണ്. അതുകൊണ്ടാണ് അടുത്ത ദിവസത്തെ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞത്, ഹൗ ടു ലിവ് ഇൻ ബയോളജിക്കൽ ഹാർമണി. അപ്പോഴേ മാത്രമാണ് നമുക്ക് മനസ്സിലാകുന്നത് എങ്ങനെ ഒരു പുരുഷനും സ്ത്രീയും കൂടെ ചേർന്ന് ജീവിക്കണമെന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. അത്രമാത്രം ബയോളജിക്കൽ ലൈഫിനെ കുറിച്ചാണ് നമ്മൾ ലോകം മുഴുവൻ ചിന്തിക്കാൻ പോകുന്നത്. കാരണം എന്തെങ്കിലും ഒരു ഫാർമ കൊണ്ട് ഒരു സിംറ്റം മാറ്റല്, അതൊക്കെ കഴിഞ്ഞു, അതിന്റെ കാലം കഴിഞ്ഞു. ഒത്തിരി പേർക്ക് ബുദ്ധി ഉദിച്ചു. അതുകൊണ്ട് പലർക്കും അത് മനസ്സിലായി. ഈ ലോകത്തെ മുഴുവനും ഒരു സ്ലോ പോയിസണിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ശാസ്ത്രത്തിന്റെ യഥാർത്ഥ മുഖം ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. അപ്പൊ എന്നോട് ക്ലാസ് ഒഫീഷ്യലി തുടങ്ങുന്നതിന് മുമ്പ് ഡോക്ടർ ദേവാനന്ദ് ചോദിച്ചു, അമീബ, മസ്തിഷ്ക ജ്വരം, അതിനെക്കുറിച്ചൊക്കെ എന്താന്ന് പറയുന്നു. അതൊക്കെ ഒത്തിരി തട്ടിപ്പ്, ഒത്തിരി ബിസിനസിന്റെ ഭാഗമാണ്. അല്ലാതെ ഒരു മസ്തിഷ്കം കാർന്നു തിന്നുന്ന ഒരു അമീബയും ഇവിടെ ഇല്ല, അല്ലെങ്കിൽ അതൊന്നും പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യമില്ല. വെള്ളത്തിൽ കഴിഞ്ഞ ദിവസം ഇവിടെ പങ്കെടുക്കുന്ന ഒരു സുഹൃത്ത് പറഞ്ഞു, നമ്മുടെ നല്ല കിണറ്റിലൊക്കെ, പ്രകൃതി നമുക്ക് തന്ന കിണറ്റിലൊക്കെ കൊണ്ടുവന്ന് കെമിക്കൽ സാധനങ്ങൾ ഇടുവാണ്. കാരണം സർക്കാരിന് ഈ പൈസ തീർക്കണ്ടേ. അവിടെ ആരെങ്കിലും ചോദ്യം ചോദിക്കുമ്പോൾ എണീറ്റ് നിന്ന് പറയണ്ടേ, ഞങ്ങൾ ഇത്ര കോടി രൂപ ക്ലോറിൻ മേടിച്ച് ഈ പുഴകളിലും വെള്ളത്തിലൊക്കെ കലക്കിയിട്ടുണ്ടെന്ന് പറയണ്ടേ. അപ്പൊ നല്ല ശുദ്ധജലം തരുന്ന കിണറ്റിലൊക്കെ ഈ രാസവസ്തുക്കൾ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. ഞാൻ അങ്ങനെ പറഞ്ഞു പോകുന്നില്ല, കാരണം അത് ഒത്തിരി നീണ്ട സമയം എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ചുരുക്കമായിട്ട് പറയാം, ഒരു പുതിയ ശാസ്ത്രം ഉദിച്ചിരിക്കുന്നു. ഒരു ആരോഗ്യ സംബന്ധമായിട്ടുള്ള യഥാർത്ഥത്തിലുള്ള തെളിവ് തരുന്ന, വെളിച്ചം തരുന്ന, ചിന്തിപ്പിക്കുന്നവർക്കെല്ലാം, ചിന്താശക്തി അവശേഷിച്ചിട്ടുള്ളവർക്കെല്ലാം വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്നത്. ഡോക്ടേഴ്സ് ആകണമെന്ന് നിർബന്ധമില്ല, അല്ലെങ്കിൽ ഈ ശാസ്ത്രം ഡോക്ടേഴ്സിന്റെ അല്ല. കാരണം ഇവിടെ എന്നെ ശ്രമിക്കുന്നവർ അധ്യാപകരുണ്ട്,
സാധാരണ പേഷ്യൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ പേഷ്യൻസ് ഉണ്ട്, എൻ്റെ സ്പിരിച്വൽ ഫാദേഴ്സ് ഉണ്ട് ഇവിടെ. അങ്ങനെ ധാരാളം പേര് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കേട്ടാൽ അവരവരുടെ ആരോഗ്യം മാത്രമല്ല, അവര് ഏത് മനുഷ്യരും അവരുടെ കുടുംബത്തിലോ അവരുടെ സുഹൃത്തുക്കളിലോ ഈ ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് എന്നും ചർച്ച ചെയ്യുന്നതാണ്. ഇപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് പറയുന്ന ഒരു ശാസ്ത്രം ഉണ്ടായിരിക്കുന്നു. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതിന്റെ പേരാണ് ജർമ്മൻ ന്യൂ മെഡിസിൻ എന്നാണ് ഒത്തിരി പേര് പറയുന്നത്. ഈ അവസാനം ഒരു മെഡിസിൻ എന്നുള്ളൊരു വാക്ക് കിടക്കുന്നതിൻ്റെ അപകടമുള്ളത് കൊണ്ട് അതെന്താണെന്നും ഞാൻ വിശദമായിട്ട് പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഞങ്ങൾ അതിനെ ജർമാനിക് ഹീലിംഗ് നോളജ്, ജർമ്മനിയിൽ അത് ജർമാനിഷെ അയൽക്കുണ്ട എന്നാണ് പറയുന്നത്, GHK എന്നാണ് ഞങ്ങൾ അതിനെ മാറ്റി. ഒത്തിരി പേര് അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിഷയം GHK, ജർമാനിക് ഹീലിംഗ് നോളജ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രത്തെക്കുറിച്ചുള്ള ക്ലാസ്സാണ്. അതിൻ്റെ അകത്ത് ഇന്ന് നമ്മൾ രോഗങ്ങൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഓരോ അവയവങ്ങളിലുള്ള രോഗങ്ങളെ കുറിച്ചുള്ള ക്ലാസ്സുകൾ നമ്മൾ ഇന്ന് ആരംഭിക്കുകയാണ്. അതിലാദ്യമായിട്ട് നമ്മൾ കണ്ണ്, ഐസ്, എന്താണ് കണ്ണ് എന്ന് പറയുന്ന അവയവത്തിന്റെ അതിൻ്റെ ഉപയോഗം, എന്തെല്ലാം രോഗങ്ങളാണ് അതിനെ ബാധിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്തു പോകുന്നത്. ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും പറയുകയാണ്. അതായത് ഒരിക്കലും ഇവിടുത്തെ ക്ലാസ് പഠിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേ അല്ല, നിങ്ങളെ അതിന് മോട്ടിവേറ്റ് ചെയ്യാനും പഠിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കാനും മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അതാണ്ട് 100-ൽ പരം രോഗങ്ങളുടെ പേരും അവയവങ്ങളുടെ പേരും, അവയവങ്ങൾ എന്ന് പറഞ്ഞാൽ പല പല ഭാഗങ്ങൾ ഈ കണ്ണ് എന്ന് പറയുന്ന കൊച്ചവയവങ്ങളിൽ തന്നെ ഉണ്ട്. അതെല്ലാം പറഞ്ഞ് അതിലുണ്ടാകുന്ന എല്ലാ ചേഞ്ചസും പറയാനായിട്ട് നമുക്ക് സമയമില്ല, അല്ലെങ്കിൽ അത് സാധാരണഗതിയിൽ ദുഷ്കരമാണ്. അത് നമുക്ക് ഓരോ ആവശ്യം വരുമ്പോൾ നമുക്ക് അതാത് അവയവങ്ങളിലാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് തന്നെ സാധിക്കും. ഇല്ലെങ്കിൽ നമ്മളൊരു ഒപ്താൽമോളജിസ്റ്റ്, അവർ കൂടുതൽ എക്സ്പെർട്ട് ആണല്ലോ. അത് പഠിച്ചതിന് ശേഷം എന്താ, നിങ്ങളുടെ റെറ്റിനയിലാണ് പ്രശ്നം, നിങ്ങളുടെ ലെൻസിലാണ് പ്രശ്നം, അല്ലെങ്കിൽ നിങ്ങളുടെ ഐറിസ് മസിൽസിലാണ് പ്രശ്നം, അല്ലെങ്കിൽ നിങ്ങളുടെ ലാക്രിമൽ ഗ്ലാൻഡ് അല്ലെങ്കിൽ ഗ്ലാൻഡിലാണ് പ്രശ്നം, അല്ലെങ്കിൽ അതിൻ്റെ ഡക്റ്റിലാണ് പ്രശ്നം, അല്ലെങ്കിൽ നിങ്ങളുടെ ഐലിഡിനാണ് പ്രശ്നം. ഇത്രയൊക്കെ മനസ്സിലാക്കാനായിട്ട് വലിയ അറിവൊന്നും വേണ്ട. എന്നിട്ട് അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായാൽ നിങ്ങൾക്ക് തന്നെ പോയി www.learninggmm എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് കിട്ടും. ഇതെല്ലാം ഞാൻ ഒത്തിരി പ്രാവശ്യം പഠിച്ചതും അതിനുശേഷം ഈ പഠിച്ച കാര്യങ്ങൾ ഓഡിയോ ക്ലിപ്സ് ആയിട്ട് ഞാൻ ഈ വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കൊരു 7-8 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ക്ലിപ്പുകൾ നിങ്ങൾക്ക് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ലോ ആയിട്ട് ഗ്രാജുവലായിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന കംപ്ലീറ്റ് വിഷയങ്ങൾ പഠിക്കാം. ഇന്നത് മുഴുവൻ പറയാനായിട്ടല്ല എൻ്റെ ലക്ഷ്യം. അതിലൂടെ എങ്ങനെയാണ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ ശാസ്ത്രം വഴങ്ങാൻ പോകുന്നത് എന്നുള്ളതാണ് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം. കാരണം എല്ലാ സോക്കോൾഡ് ഡിസീസസ്, രോഗങ്ങൾ എന്ന് പറയുന്ന എല്ലാം നമുക്ക് അനുകൂലമായിട്ട് ദൈവം വെച്ചിരിക്കുന്ന പ്രോഗ്രാംസ്, അത് നമുക്ക് അനുകൂലമായിട്ട് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ എന്താ ഈ അർത്ഥം, നമുക്ക് എന്തോ ഒരു ലക്ഷ്യമുണ്ട്. കണ്ണിലെ കണ്ണ് മാത്രമല്ല, ഇനി അങ്ങോട്ടേക്കുള്ള എല്ലാ അവയവങ്ങളിലും വരുന്ന എല്ലാ രോഗങ്ങളും ഈ ഒരു ഫ്രെയിംവർക്കിലാണ്. 5 ബയോളജിക്കൽ ലോസ്, ഇതാണ് അതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ 5 ബയോളജിക്കൽ ലോസിന്റെ മുകളിൽ കെട്ടിപ്പടുക്കുന്ന ഒരു ശാസ്ത്രത്തെക്കുറിച്ചാണ് ആരോഗ്യ സംബന്ധമായ, എങ്ങനെ അതിനെ ആരോഗ്യപൂർവമായി നിലനിർത്തണം, എങ്ങനെ എന്തെങ്കിലും അതിൽ ഡീവിയേഷൻ വന്നു കഴിഞ്ഞാൽ റിസ്റ്റോറേഷൻ നടത്തണം. ഈ കാര്യങ്ങളാണ് നമ്മൾ ഇനി അങ്ങോട്ടേക്ക് പറഞ്ഞുകൊണ്ട് പോകാൻ പോകുന്നത്. ഒരു കുറേയേറെ ദിവസങ്ങൾ അതിലേക്ക് പോകും, ഒന്ന് കഴിഞ്ഞ് ഒന്നിലേക്ക്. ഇന്ന് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ആദ്യമായിട്ട് എടുക്കുന്നത് കണ്ണിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ക്ലാസ്സിലേക്ക് നിങ്ങളെല്ലാവരെയും, താമസിച്ചു വന്നവരെയും എല്ലാവരെയും ഒന്നുകൂടി സ്വാഗതം ചെയ്യുകയാണ്. താമസിച്ചു വന്നവരിൽ പ്രമുഖരായിട്ടുള്ള ഡോക്ടർ അജോയ് കുറുപ്പുണ്ട്. അദ്ദേഹം ഡോക്ടർ അല്ല, പക്ഷേ ഞങ്ങളുടെ മെൻറ്റർ ടീമിലുള്ളതാണ്. അദ്ദേഹം മലയാളിയാണ്, പക്ഷേ ബോംബെയിലാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ മെൻറ്റേഴ്സ് ഗ്രൂപ്പിലുള്ള ഒരാളാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും. അപ്പോൾ എന്തുകൊണ്ടാണ് കണ്ണ്, അല്ലെങ്കിൽ കണ്ണിൻ്റെ പ്രാധാന്യം എന്താണ്, കണ്ണ് എന്ന് പറയുന്ന കണ്ണുകൾ എന്ന് പറയുന്ന ഈ അവയവത്തിൻ്റെ പ്രാധാന്യം എന്താണ്, അത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ണ് രോഗങ്ങൾ എന്ന് പറയുന്ന രോഗങ്ങളല്ല, അത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്ന പദ്ധതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് 5th ബയോളജിക്കൽ ലോ ഇങ്ങനെയാണ് പറയുന്നത്, എല്ലാ രോഗങ്ങളും നമുക്ക് അനുകൂലമായിട്ട് നമ്മളെ സർവൈവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന പദ്ധതികളാണ്. അത് നമുക്കിട്ട് പാര വെക്കാൻ, പണി തരാൻ എന്ന പുതിയ ഭാഷ, പണി തരാൻ വേണ്ടിയിട്ട് ഒന്നും ഇല്ല. അല്ല, രോഗാണുക്കളൊന്നും പണി തരത്തില്ല,
വൈറസും ബാക്ടീരിയയും ഒന്നും നമുക്കിട്ട് പണി തരത്തില്ല. അവരെല്ലാം അതൊക്കെ ഒത്തിരി പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്തതാണ്. നമുക്ക് സഹായത്തിന് വേണ്ടി നമ്മളെ പോലെ തന്നെ നമ്മുടെ ശരീരത്തിലും നമ്മുടെ ചുറ്റുവട്ടത്തും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ആണ്. അവർക്കൊക്കെ നമ്മുടെ ശരീരത്തിൽ പ്രത്യേക സ്ഥലങ്ങളിൽ പ്രത്യേക ഡ്യൂട്ടി ഏൽപ്പിച്ച് അവർ ഭംഗിയായിട്ട് ചെയ്യുന്നതാണ്. അല്ലാതെ അണുക്കളോ ഈ അന്തരീക്ഷത്തിലെ പൊടിയോ അല്ലെങ്കിൽ ഇതൊന്നും അല്ല നമ്മളെ രോഗിയാക്കുന്നത്. എല്ലാം കോൺഫ്ലിക്ട്സ് ആണ്, എല്ലാം. ഇപ്പൊ 100% ഓഫ് ദി സോ കോൾഡ് ഡിസീസസ് എന്നോ പത്തോളജി എന്നോ ഒരു വാക്ക് ജർമ്മൻ ന്യൂ മെഡിസിനിലില്ല, അല്ലെങ്കിൽ GHK എന്ന് പറയുന്ന ജർമാനിക് ഹീലിംഗ് നോളജിലില്ല. അപ്പോൾ നമുക്ക് അനുകൂലമായിട്ടുള്ള പ്രോഗ്രാംസ് ഇന്നത്തെ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാം. കാരണം അത് കമ്പ്യൂട്ടർ ഭാഷയാണ്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൽ പ്രോഗ്രാംസ്. അപ്പോൾ അതൊരു പ്രോഗ്രാമാണ് നമ്മൾ പ്രതികരിക്കുന്നത്. അപ്പോൾ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ചിലപ്പോൾ ചില അസ്വസ്ഥതകൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു വെൽക്കം ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന ചില സിംറ്റംസ് ഉണ്ടാകുന്നതിൻ്റെ പേരിലാണ് അതിനെ മാറ്റിക്കളയണമെന്നുള്ള വളരെ എളുപ്പത്തിൽ ഏത് വിഡ്ഢിയാനും മനസ്സിലാക്കുന്ന ഒരു പ്രിൻസിപ്പിൾ പറയുകയാണ്. നിങ്ങൾക്ക് വേദനയുണ്ട്, അതുകൊണ്ട് വേദന ഇല്ലാത്ത ഒരു സാധനം ഞങ്ങൾക്ക് തരാം, അല്ലെങ്കിൽ അവിടെ അണുക്കളുണ്ട്, അതുകൊണ്ട് അണുക്കളെ കൊല്ലുന്ന ഒരു സാധനം നമ്മൾ തരാം. അങ്ങനെയാണ് ആന്റിബയോട്ടിക്സും പെയിൻ കില്ലേഴ്സും ഒക്കെ വളരെ പ്രചാരത്തിലായിരിക്കുന്നത്. അതില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ മനുഷ്യകുലത്തെ അതിൻ്റെ നിക്ഷിപ്ത താല്പര്യക്കാർ എങ്ങോട്ടൊക്കെയോ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു വിപ്ലവകരമായ ഒരു മാറ്റം, ഒരു റെവല്യൂഷൻ, ഒരു വിപ്ലവം തന്നെ ഇവിടെ നടക്കണം. അതിന് തീർച്ചയായിട്ടും GHK എന്ന് പറയുന്ന ഈ ശാസ്ത്രം ഉപയോഗപ്പെടുമെന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള, വളരെ അനുകൂലമായിട്ടുള്ള, വളരെ പ്രതീക്ഷ തരുന്ന ആഗ്രഹമാണ് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാൻ. ഇനി നമുക്ക് കണ്ണിലേക്ക് വരാം. ഇപ്പൊ ഞാൻ ആദ്യമേ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, എല്ലാ രോഗങ്ങളും, കണ്ണിലുണ്ടാകുന്ന എല്ലാ രോഗങ്ങളും പറയലല്ല എൻ്റെ ലക്ഷ്യം. അത് സാധിക്കില്ല നമ്മുടെ ഇനി അവശേഷിക്കുന്ന അരമണിക്കൂർ. പക്ഷെ അതിൻ്റെ കൂടെ പോകുന്ന ആ ഒരു ലൈൻ എന്താണ്, അതിൻ്റെ അകത്തുള്ള പ്രിൻസിപ്പിൾ, ഇനി രോഗം എന്ന് പറയുന്നത് എന്താണെന്നുള്ളതുമായിട്ട് ബന്ധപ്പെടുത്തി മാത്രമേ നമുക്ക് കണ്ണിലെ രോഗത്തെക്കുറിച്ച്, സോക്കോൾഡ് ഡിസീസസ് എന്ന് പറയുന്നത് കണ്ണിലുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ പ്രശ്നങ്ങളായിട്ട് നമുക്ക് കരുതുന്ന അതാത് അവസ്ഥകളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ കൺവെൻഷണൽ മെഡിസിൻ എന്ന് പറഞ്ഞ് നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നതുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. കാരണം കൺവെൻഷണൽ മെഡിസിൻ, അല്ലെങ്കിൽ സോ കോൾഡ് എന്താ പറയുക, അലോപ്പതി എന്ന് നമ്മൾ വിളിക്കുന്ന കൺവെൻഷണൽ മെഡിസിൻ, ആ മെഡിസിൻ നമ്മളോട് പറയുന്നതല്ല യഥാർത്ഥത്തിൽ കാര്യം. കാരണം അതനുസരിച്ചിട്ട് പുറത്തുനിന്ന് വന്ന് ഈ ജീവജാലങ്ങളെല്ലാം അറ്റാക്ക് ചെയ്യുന്ന, അതിൻ്റെ അകത്ത് സൃഷ്ടികർമ്മ, അല്ലെങ്കിൽ സൃഷ്ടജാലങ്ങളിൽ തന്നെ ഏറ്റവും പ്രമുഖരായ അല്ലെങ്കിൽ അതിലേറ്റവും എന്താ പറയണ്ടേ, ക്രൗൺ ഓഫ് ക്രിയേഷൻസ് എന്ന് നമ്മൾ എല്ലാ മതഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ പോരാ, ഏത് ഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുന്ന പഠിപ്പിക്കുന്ന മനുഷ്യനിൽ പോലും നമുക്ക് അനുകൂലമായിട്ടുള്ളതല്ല എന്നുള്ളതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. വളരെ എളുപ്പമാണ്, ഏത് ചിന്തിക്കാത്ത ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. രോഗം എന്ന് പറഞ്ഞാൽ എന്തോ നമുക്ക് പുറത്തുനിന്ന് വന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന രോഗാണുക്കൾ കയറി അറ്റാക്ക് ചെയ്യുന്ന, അങ്ങനെയൊന്നുമല്ല. അപ്പോൾ രോഗാണുക്കളെ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ 5 ബയോളജിക്കൽ ലോസിൽ പറഞ്ഞു. രോഗാണുക്കളൊന്നും നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടില്ല. ദേ ആർ ഹിയർ ആസ് ടു ടേക്ക് അവേ, നമ്മുടെ ഇവിടുന്ന് ഡെബ്രീസ് ആയിട്ട് എടുത്ത് നശിപ്പിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അണുക്കൾ എന്ന് പറയുന്ന വംശം നമ്മുടെ ഇവിടെ ഉള്ളത്. അപ്പോൾ ആദ്യമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ, എന്തുകൊണ്ടാണ് കണ്ണ് എന്ന് പറയുന്ന ഈ അവയവം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് മനസ്സിലാകുമ്പോൾ നമ്മുടെ കണ്ണൊരു സെൻസ് എന്ന് പറഞ്ഞാൽ പോലെ നമ്മൾ പുറത്തേക്ക് ആൻറ്റീനയായിട്ട് നമ്മൾ ഒത്തിരി ഇംപ്ലിക്കേഷൻസ് ഉണ്ട് കണ്ണിൻ്റെ ഫങ്ഷനുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം അത് മനസ്സിലാകാതെ പോയ എല്ലാ കണ്ണ് രോഗങ്ങളെയും നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന ബാക്ടീരിയൽ അറ്റാക്ക് ആയിട്ടോ, അല്ലെങ്കിൽ സോക്കോൾഡ് അലർജിക് അറ്റാക്ക് ആയിട്ടോ ഒക്കെ വിവശിച്ച്, അല്ലെങ്കിൽ എന്താ പറയുക, വിശദീകരിച്ച് നമ്മളെ രോഗം എന്ന് പറയുന്ന പ്രതിഭാസത്തെ ഭയപ്പെടുന്ന
ഒരു വർഗമായിട്ട് മനുഷ്യർ, അങ്ങനെയൊന്നുമില്ല. നമ്മുടെ അല്പമെങ്കിലും ദൈവവിശ്വാസികളായിട്ടുള്ള സൃഷ്ടാവ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മളൊക്കെ സൃഷ്ടിച്ച ദൈവം എന്ന് വിശ്വസിക്കുന്നവരൊക്കെ പറയുമ്പോൾ നമ്മൾ ക്രിയേറ്റഡ് ആണ് വിത്ത് വെരി വെരി ഡെഫിനിറ്റ് ആൻഡ് ക്ലിയർ കട്ട് പർപ്പസ് ഓഫ് ലൈഫ് എക്സിസ്റ്റൻസ്. അപ്പൊ അതിന് സഹായിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ഉള്ളിൽ സൃഷ്ടാവ് വെച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അത് മനസ്സിലാകും. ഈ സൃഷ്ടാവിലും സൃഷ്ടികർമ്മത്തിലും ഒന്നും വിശ്വസിക്കാത്തവർക്ക് പോലും കുറച്ചുകൂടി ആഴത്തിൽ പോയിട്ട് ഇതിനെയൊക്കെ കാണുകയും അത് ബാക്ടീരിയ കയറി നമ്മളെപ്പോലെ എന്താണ് സൃഷ്ടജാലങ്ങളിൽ മകുടം, ക്രൗൺ ഓഫ് ക്രിയേഷൻസ് ആയിരിക്കുന്ന ഹ്യൂമൻ ബീയിങ്ങിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മൈക്രോബ്സിനെ സൃഷ്ടിച്ചു എന്ന് വിശ്വസിക്കുന്നത് മണ്ടത്തരമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അത് ഒരണുവും നമ്മളെ കയറി അറ്റാക്ക് ചെയ്യുകയല്ല ചെയ്യുന്നത്. വി വിൽ റിമെയിൻ ആസ് ഇൻ ഗോഡ്സ് ഓൺ ഇമേജ് എന്നാണ് നമ്മൾ ബൈബിളിൽ മറ്റ് മതഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത്. ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടാണ് മനുഷ്യനെ. അതുകൊണ്ട് ഇത്രയും ക്രൗൺ ഓഫ് ക്രിയേഷൻസിനെ കയറി അറ്റാക്ക് ചെയ്ത് നശിപ്പിക്കാൻ വേണ്ടി ബാക്ടീരിയക്ക് അങ്ങനെയൊന്നും അല്ല. നമ്മുടെ സർവൈവലിന് വേണ്ടിയിട്ട്, നമ്മുടെ മനോഹരമായിട്ട് അതിജീവനത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ചേഞ്ചസ് ആണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്. അതാണ് രോഗം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഇത് കൺവെൻഷണൽ മെഡിസിൻ ആയിട്ട് ഒത്തിരി വ്യത്യാസം. അതുകൊണ്ട് തന്നെ ഒരു ബയോളജിക്കൽ പ്രോഗ്രാം ആയിട്ട് രോഗങ്ങളെ വിശദീകരിക്കുന്ന ഈ പറയുന്ന ഈ ശാസ്ത്രം, ജർമാനിക് ഹീലിംഗ് നോളജ്, ഇത് നിങ്ങൾ പഠിച്ചേ തീരും. പഠിച്ചില്ലെങ്കിൽ നമ്മൾ ഈ ഭൂമുഖത്ത് നിന്ന് കടന്നു പോകുമ്പോൾ നമ്മളോടും നമ്മുടെ തലമുറയോടും, തലമുറ ആരാണ്, നമ്മുടെ കുടുംബത്തോടും നമ്മുടെ മക്കളോടും ചെയ്യുന്ന തെറ്റാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചേ തീരത്തുള്ളൂ, പഠിപ്പിച്ചേ തീരത്തുള്ളൂ. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ട് ഇത് പങ്കുവെക്കണം, നിങ്ങളത് പ്രചരിപ്പിക്കപ്പെടണം. കാരണം നിങ്ങളുടെ ഗുണത്തിന് വേണ്ടി, ഈ മനുഷ്യകുലത്തിന്റെ ഗുണത്തിന് വേണ്ടിയും എന്തെങ്കിലും ബെനിഫിഷ്യലായിട്ട് നിങ്ങൾക്ക് ചെയ്യണം എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ആദ്യം അവസാനമായിട്ട് ചെയ്യേണ്ടത് ഈ ശാസ്ത്രം പഠിപ്പിക്കുകയാണ്. ആദ്യം നിങ്ങളുടെ വീട്ടിൽ തന്നെയുള്ളവരെ പഠിപ്പിക്കുക. വീട്ടിൽ തന്നെയുള്ള ധാരാളം റീഡിങ് മെറ്റീരിയൽസ് ഇപ്പോൾ അവൈലബിൾ. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ ദിവസം എന്തെല്ലാം. പണ്ടൊക്കെ ഞാനിത് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇവിടെ 1, 2, 3 വീഡിയോസ്. ഇന്ന് അങ്ങനെയല്ല. ഓരോ ദിവസവും ദേ ആർ ഫ്ലോയിങ് ഇൻ ടു അവർ നമ്മുടെ ഗ്രൂപ്പിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ധാരാളം ഇൻഫർമേഷൻസ് ആർ അവൈലബിൾ. അപ്പോൾ ഈ 5 ബയോളജിക്കൽ ലോസ് ഞാൻ വീണ്ടും എടുക്കുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് നമ്മൾ ഈ കണ്ണ് എന്ന് പറയുന്ന ഈ അവയവത്തെയും നമ്മൾ ആദ്യമായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ എന്താണ് ബയോളജിക്കൽ റോൾ ഓഫ് ഐസ്? ഇത് ഇവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. കാരണം ഐസ് ആർ സർവൈവൽ ഓർഗൻസ്. നമ്മൾ എല്ലാ മൃഗങ്ങളിലും ഐസ് ചില പ്രൊട്രൂഡ് ചെയ്യുന്ന ഓന്ത് വർഗത്തിൽപ്പെട്ട മൃഗങ്ങളെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചില പടത്തിലെങ്കിലും കണ്ടിട്ടുണ്ട്. അവർ കൂടുതൽ ആങ്ഷ്യസ് ആണ്. ദേ ആർ സെർച്ചിങ് ഫോർ ദി എയ്തർ പ്രേ ഓർ പ്രിഡേറ്റർ. ആരെങ്കിലും ശത്രുക്കൾ വരുന്നുണ്ടോ എന്ന് നോക്കുന്നത് കണ്ണ് തുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ കണ്ണ് പ്രൊട്രൂഡ് ചെയ്യുന്നത്. അപ്പോൾ കണ്ണ് എന്ന് പറയുന്നത് എപ്പോഴും ഓപ്പൺ ടു ദി ഔട്ടർ വേൾഡ് ഇൻ ഓർഡർ ടു സപ്പോർട്ട് ഈ സർവൈവൽ മെക്കാനിസം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബയോളജിക്കൽ പർപ്പസ് ഉള്ള ഒരു അവയവമാണ് കണ്ണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസും ആ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു സർവൈവൽ ഓർഗനായിട്ട് ആദ്യമേ തന്നെ അതിനെ കാണുക. അങ്ങനെ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ബയോളജിക്കൽ റോൾ ഓഫ് ഐസ് അത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ കണ്ണ് എപ്പോഴും സെർച്ച് ചെയ്യുവാണ് ഫോർ ദി ഡേഞ്ചർ ഓർ ഫോർ ദി ദോസ് തിങ്സ് വിച്ച് ആർ അപ്പീലിംഗ് ഫോർ അസ്. അത് ഇഷ്ടപ്പെടുന്നത് സ്വീകരിക്കും, ദേ വിൽ എൻജോയ്. അപ്പോൾ ചില മൃഗങ്ങളുണ്ട്, ചില ഓന്ത് അല്ലെങ്കിൽ അങ്ങനത്തെ വളരെ ടിമിഡ് ആയിട്ടുള്ള അനിമൽസ്, ദേ വിൽ ഹാവ് എ പ്രൊട്രൂഡഡ് ഐ. ദേ ആർ ഓൾവേസ് ആങ്ഷ്യസ് വെദർ സം ഡേഞ്ചർ ഈസ് കമ്മിങ് ഫ്രം സറൗണ്ടിങ്സ്. അതുകൊണ്ട് എപ്പോഴും കണ്ണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോൺഫ്ലിക്ട്സ് എപ്പോഴും ഒരു സർവൈവലിന് വേണ്ടിയിട്ട് ഉള്ള ഒരു അപകടത്തെ പ്രതീക്ഷിക്കുന്ന ഒരു പെർസെപ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് ആദ്യമേ ഞാൻ നിങ്ങൾ പറയുന്നു. ഒന്ന്, ഈ ജീവി, മനുഷ്യനായാലും മൃഗമായാലും, നമ്മൾ വി ആർ ഓൾ ഇൻ ബയോളജിക്കൽ നോളജ്. അപ്പോൾ മനുഷ്യൻ എപ്പോഴും ലുക്കിംഗ് ഫോർ ഡേഞ്ചർ ഓർ ലുക്കിംഗ് ഫോർ സംതിങ് ഓക്കെ, അപ്പീലിംഗ്. അപ്പോൾ 2 രീതിയിലുള്ളതാണ് ഈ കോൺഫ്ലിക്ട്സ്. either I don't want to see this, അതാണ് കണ്ണ്, ഐ ഡോണ്ട് വാണ്ട് ടു സീ ദിസ്.
അപ്പോൾ കുറേ പത്തോളജി എന്ന് പറയുന്ന ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും. വെൻ ഐ ഡോണ്ട് വാണ്ട് ടു സീ ദാറ്റ്, ദെൻ അനദർ തിങ് ഐ വാണ്ട് ടു സീ ഇറ്റ്. ഈ രണ്ട് കാര്യങ്ങളാണ് കണ്ണിന്റെ ജോലി. സോ ലൈക്ക് ആൻ ആന്റിന ഇറ്റ് ഈസ് ഓപ്പൺ ടു ദി എക്സ്റ്റേണൽ വേൾഡ്. അപ്പോൾ വാട്ട് ഈസ് ദാറ്റ് വിച്ച് ഐ ഡോണ്ട് വാണ്ട് ടു സീ, ഓർ ദാറ്റ് വാട്ട് ഈസ് ദാറ്റ് വിച്ച് ഐ വാണ്ട് ടു സീ. ഈ രണ്ട് ഇതില് നമുക്ക് ഹോൾ ഓഫ് ഐസ് എന്ന് കണ്ണിന്റെ ഫങ്ഷനും അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പത്തോളജി വരുന്നതിന് മുമ്പ് അനാറ്റമിയും ഫിസിയോളജിയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സോക്കോൾഡ് പത്തോളജി എന്നുള്ള വാക്ക് GHKയിൽ അല്ലെങ്കിൽ GNM ഇല്ല എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. എവറിത്തിങ് ഈസ് വിത്ത് എ പർപ്പസ്. ആ പർപ്പസിനാണ് പറയുന്നത് ബയോളജിക്കൽ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ അവയവങ്ങളിലും ഉള്ളതുപോലെ തന്നെ, മിക്കവാറും എല്ലാ അവയവങ്ങളിലും ഉള്ളതുപോലെ തന്നെ കണ്ണിലും 3 എൻഡോഡെർമൽ ടിഷ്യൂവിൽ നിന്നുള്ള ഒറിജിൻ ഉണ്ട്. അല്ലെങ്കിൽ നമ്മളതിനെ എൻഡോഡെർമൽ അല്ല, എംബ്രിയോണിക് ജേം ലെയറുകൾ. ഇപ്പം എംബ്രിയോണിക് ജേം ലെയർ നിങ്ങൾക്കറിയാം, എൻഡോഡേം, മീസോഡേം, എക്ടോഡേം. അതിൽ മീസോഡേം again divided into two. One is old mesoderm and the other is new mesoderm. അപ്പോൾ ഈ രണ്ട് കാറ്റഗറിയിൽ വരുന്ന ഇതിൽ മീസോഡേം. അപ്പോൾ ടോട്ടലായിട്ട് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുക നമ്മുടെ സ്ട്രക്ചറിനെ. അത് ഏത് അവയവം ഇനി അങ്ങോട്ടേക്ക് പഠിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇനി ചെവി പഠിക്കും, അല്ലെങ്കിൽ തൊണ്ട പഠിക്കും, അല്ലെങ്കിൽ അനാറ്റമി എല്ലാം നമ്മൾ ചെറിയ തോതിൽ പഠിക്കും. ഇവിടെ വന്നിരിക്കുന്ന ഒത്തിരി പേര് ഡോക്ടേഴ്സ് ഒന്നും അല്ല, അതുകൊണ്ട് അവർക്കും കൂടെ മനസ്സിലാകുന്ന രീതിയിലാണ് ഞാനിത് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എംബ്രിയോണിക് ഒറിജിൻ ഇങ്ങനെയാണ്. അതായത് ഹാഫ് സെൽ ഓഫ് ദി ഫാദർ ആൻഡ് ഹാഫ് സെൽ ഓഫ് ദി മദർ വെൻ ദേ യുണൈറ്റ് ടുഗദർ ടു ഫോം ദി പ്രൈമോഡിയൽ സെൽ. ഇറ്റ് സ്റ്റാർട്ട്സ് മൾട്ടിപ്ലൈയിങ് ഇൻ ദിസ് നെക്സ്റ്റ് സെക്കൻഡിൽ തന്നെ അത് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. 1 into 2, 2 into 4, 4 into 8, 8 into 16, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് 13th ഡേ ആകുമ്പോൾ ഒരു പ്രത്യേക സ്റ്റേജിൽ എത്തുമ്പോൾ അതിനെ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയും. ദാറ്റ് ഡിവൈഡ്സ് ഇൻറ്റു 3 ലേയേഴ്സ്, പ്രൈമർലി എൻഡോഡേം, മീസോഡേം, എക്ടോഡേം. ഈ മീസോഡേം again ഡിവൈഡ് ഇൻറ്റു ഓൾഡ് മീസോഡേം ആൻഡ് ന്യൂ മീസോഡേം. ഈ 4 ലെയറിൽ നിന്നാണ് കംപ്ലീറ്റ് സ്ട്രക്ചർ, കംപ്ലീറ്റ് സെൽസ്, കംപ്ലീറ്റ് ടിഷ്യൂ, കംപ്ലീറ്റ് ഓർഗൻ ഓഫ് ഒരു ഓർഗാനിസം സംഭവിക്കുന്നത്. അപ്പോൾ എല്ലാ ഓർഗാനിസത്തിലും പല ഓർഗൻസ് ഉണ്ട്, അല്ലെങ്കിൽ സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് ടിഷ്യൂ ഉണ്ട്, അതിനകത്തുണ്ട് സെൽസും ഉണ്ട്. ഈ സെൽസിനെല്ലാം ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു കൺട്രോളിങ് മെക്കാനിസം ഉണ്ട്. അത് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഹൗ ബ്യൂട്ടിഫുള്ളി ദിസ് നേച്ചർ, സോ കോൾഡ് നേച്ചർ എന്ന് പറയുക, അല്ലെങ്കിൽ ദൈവം എന്ന് പറയുക, സൃഷ്ടാവ് എന്ന് പറയുക, ഇതിനെ ഓർഗനൈസ് ചെയ്തുകൊണ്ട് പോകുന്നതെന്ന് മനസ്സിലാക്കുന്നത് നമുക്ക് വളരെയധികം മനസ്സിലാക്കാനായിട്ടും നമ്മൾ രോഗം എന്ന് പറയുന്നതിനെ കുറിച്ച് പേടിക്കേണ്ട ഒരു കാര്യമുണ്ടെന്നും നമ്മുടെ സർവൈവലിന് വേണ്ടിയിട്ട് ഈ സൃഷ്ടാവ് നമ്മുടെ ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഇൻഹറൻ്റ് ആയിട്ടുള്ള ഇന്നേറ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണെന്നുള്ള ജർമ്മൻ ന്യൂ മെഡിസിൻ്റെ GHKയുടെ വളരെ അടിസ്ഥാന പ്രമാണം നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് സാധാരണ കണ്ണിന് വരുന്ന ഈ 4 ലെയറിലാണ് നമ്മൾ പഠിക്കേണ്ടത്. അതായത് എൻഡോഡേം, മീസോഡേം, എക്ടോഡേം. മീസോഡേം again divided into 2, old mesoderm, new mesoderm. ഈ 4 ലെയറുകളിൽ നിന്നാണ്, അതായത് ഓർക്കുക, 4 ആയിട്ട് ഡിവൈഡ് ചെയ്ത ക്ലസ്റ്റർ ഓഫ് സെൽസ് ഫോംഡ് ബൈ ദി ഒറിജിനൽ പ്രൈമോഡിയൽ ഹാഫ് സെൽ ഓഫ് ദി ഫാദർ ആൻഡ് ഹാഫ് സെൽ ഓഫ് ദി മദർ. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ നടന്ന 13th ഡേ ഇൻ ദി യൂട്രസ് ഇറ്റ് കൺവേർട്ട്സ് ഇൻ ടു 4 ലേയേഴ്സ്. ആ 4 ലെയറിൽ നിന്നാണ് ഇനി വരുന്ന മുഴുവൻ സ്ട്രക്ചേഴ്സ് ഓഫ് ഐസ് ഫോം ചെയ്യുന്നത്. എന്തൊക്കെയാണ്? എക്ടോഡേം, ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്ന എക്ടോഡേമിൽ നിന്നും ഉണ്ടാകുന്ന, വളരെ ചുരുക്കമാണ്, എല്ലാ ഡോക്ടേഴ്സ് അല്ലാത്തവർക്കൊന്നും ഞാൻ വിശദീകരിച്ച് കോംപ്ലിക്കേഷൻ ആക്കുന്നില്ല, അത് നിങ്ങൾക്ക് ബോറടിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ learninggnm.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോവുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കണ്ണിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ നിങ്ങൾ ഡോക്ടേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്കിടെ മുമ്പിൽ വരുന്ന രോഗികളുടെ കണ്ണ് സംബന്ധമായിട്ടുള്ള ഏത് രോഗങ്ങൾക്കും നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോയി വായിക്കണം. അത് ഈ ക്ലാസ്സിൻ്റെ ഒരു പെർവ്യൂവിൽ വരുന്ന ഒരു വിഷയമല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ എക്ടോഡേം എന്ന് പറയുന്നു. എക്ടോഡേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ആണ്. നമ്മൾ 2 രീതിയിൽ തുടങ്ങാം. എൻഡോഡേം ടു എക്ടോഡേം പോകാം, അല്ലെങ്കിൽ എക്ടോഡേം ടു എൻഡോഡേം പോകാം. ഒന്ന് ഔട്ടർ മോസ്റ്റ്, അല്ലെങ്കിൽ അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ബ്രെയിനിൻ്റെ ഏറ്റവും ബൾക്കായിട്ടുള്ളതാണ് നമ്മുടെ ബ്രെയിനിൻ്റെ സെറിബ്രൽ കോർട്ടെക്സ്. ആ കോർട്ടെക്സ് കൺട്രോൾ ചെയ്യുന്ന ഓർഗൻസ് ഒറിജിനലി ഈ 4 ലെയറിൽ നിന്നാണ് വരുന്നത്. അതിൻ്റെ എക്ടോഡേം ഡിറൈവേറ്റീവ്സ്,
അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ഏതൊക്കെയാണെന്നാണ് ഞാൻ വളരെ ചുരുക്കി പറയുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഡോക്ടേഴ്സിന് മനസ്സിലാവും. സോ ഇറ്റ് ഈസ് കോൾഡ് സെൻസറി എപ്പിത്തീലിയം ഓഫ് റെറ്റിന. റെറ്റിന ഉള്ളിലുള്ള ഒരു അവയവം. റെറ്റിന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു എന്താ പറയുക സ്ക്രീനാണ്. അവിടെ നമ്മളിപ്പോൾ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ക്യാമറയുടെ ലെൻസ്, പഴയ കാലത്തെ ലെൻസ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ലെൻസിൽ നിന്നും വരുന്നത് നമ്മുടെ അവസാനം വരുന്ന എന്താ പറയണ്ടേ ഫിലിമിൽ വന്ന് തറയ്ക്കുന്ന പോലെ നമ്മുടെ കണ്ണിന്റെ ബാക്കിൽ വെച്ചിരിക്കുന്ന ആ ഒരു ഫിലിമിനെയാണ് റെറ്റിന എന്ന് പറയുന്നത്. അപ്പൊ ആ റെറ്റിന ഇനി കണ്ണിന്റെ ഈ വെളുത്ത ഭാഗത്തിനാണ് കോർണിയ എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ കാണുന്ന ആ അപ്പർച്ചർ, ചെറിയ ദ്വാരത്തിൽ കൂടെ കാണുന്ന ഉള്ളിലുള്ളതിനെയാണ് നമ്മൾ ലെൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ലെൻസിന്റെ ഒക്കെ നിങ്ങൾ ബയോളജിയിൽ പഠിച്ചിട്ടുണ്ടാവും, എല്ലാവരും തന്നെ എന്നെ ശ്രമിക്കുന്നവർ. അപ്പൊ ലെൻസ് അതിന്റെ ഔട്ടർ മോസ്റ്റ് കവർ, അപ്പോൾ കോർണിയയെയും നമ്മുടെ ബോൾ ഓഫ് ദി ഐ, വൈറ്റ് ഓഫ് ദി ഐ എന്ന് പറയുന്ന അതും സ്ക്ലീറ, അതിനെയും എല്ലാം കവർ ചെയ്യുന്ന ഒരു കൺജങ്ക്റ്റീവ. സോ ഇത് നാലും ഈ പറയുന്ന എക്ടോഡേം ഡിറൈവേറ്റീവ്സ് ആണ്. അപ്പോൾ സെൻസറി എപ്പിത്തീലിയം ഓഫ് ദി റെറ്റിന, കോർണിയ, ലെൻസ്, കൺജങ്ക്റ്റീവ. ഇതെല്ലാം കൺട്രോൾഡ് ബൈ ദി എ പാർട്ട് ഓഫ് ദി കോർട്ടെക്സ്, സെറിബ്രൽ കോർട്ടെക്സ്. അതിൽ ബാക്കിലാണ് അതിൻ്റെ വിഷ്വൽ കോർട്ടെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ കണ്ണിൽ ഫ്രണ്ടിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അതിൻ്റെ മുഴുവനും വന്ന് സ്റ്റോർ ചെയ്യുന്നത് ജസ്റ്റ് ലൈക്ക് എ ക്യാമറ അതിൻ്റെ ബാക്കിലുള്ള ഫിലിമിൽ അല്ലെങ്കിൽ അവിടെ വെക്കുന്ന ഫിലിമിൽ ആയതുപോലെ തന്നെ നമ്മുടെ ബാക്കിലാണ് അത് സ്റ്റോർ ചെയ്യുന്ന സ്ഥലം. അത് തന്നെയാണ് വിഷ്വൽ കോർട്ടെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് എക്ടോഡേം ഡെറിവേറ്റീവ്സ് ആയിട്ടുള്ള ഇത്രയും അവയവങ്ങളുടെ കോൺഫ്ലിക്റ്റ്? അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് ജസ്റ്റ് ലൈക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ച സ്കിന്നിൻ്റെതുപോലെ എക്ടോഡേം ഡെറിവേറ്റീവ്സ് ആയിട്ട് ഏതുള്ളതുപോലെ തന്നെ ഇറ്റ് ഈസ് എ സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ്. അപ്പോൾ ഇവിടെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് നമ്മൾ പറയുന്നത് വിഷ്വൽ സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ്. എന്ന് പറഞ്ഞാൽ എന്താണ് വിഷ്വൽ? കണ്ണ്, കാഴ്ച സംബന്ധമായിട്ടുള്ള എന്തോ എനിക്ക് ഇഷ്ടമുള്ളത് എന്തോ എൻ്റെ കണ്ണിൽ നിന്നും അപ്രത്യക്ഷമായി, അല്ല എനിക്ക് ഇഷ്ടമുള്ളത് എന്തോ എനിക്ക് കാണാൻ കിട്ടിയില്ല. ഇഷ്ടത്തിനാണ് പ്രാധാന്യം, അതുകൊണ്ടാണ് അതിൻ്റെ ആ ഒരു സൈക്കിക് കോൺഫ്ലിക്റ്റ് എന്നതിനെ വിളിക്കുന്നത്. അപ്പൊ കാണാൻ ഇഷ്ടമുള്ളത്, കാണാൻ ഇഷ്ടമില്ലാത്തത്, ഇത് രണ്ടുമാണ് നമ്മുടെ കണ്ണിൽ ഇഷ്ടമുള്ളവരെന്ന് നമുക്ക് നഷ്ടപ്പെട്ടു എന്നോ അതിന് പല രീതിയിൽ നമുക്കതിനെ വിശദീകരിക്കാം. അല്ലെങ്കിൽ എനിക്ക് കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു, എനിക്ക് കാണാൻ കിട്ടിയില്ല, അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരുന്നതാണ്, ഞാൻ ആസ്വദിച്ചുകൊണ്ടിരുന്നതാണ്, എൻ്റെ കണ്ണിൽ നിന്ന് അപ്രത്യക്ഷമായി. ഇതൊരു സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് ആയിട്ട് വരുവാണെങ്കിലാണ് ഈ ഔട്ടർ മോസ്റ്റ് ഡിറൈവ്ഡ് ഫ്രം ദി എക്ടോഡേം നമ്മളെ അഫക്റ്റഡ് ആണ്. അഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എടുക്കരുത്. ദാറ്റ് ഈസ് ഫോർ അവർ സർവൈവൽ ഓർ ദാറ്റ് ഈസ് എ ബെനിഫിഷ്യൽ പ്രോഗ്രാം. അതിന് ഉദാഹരണം പറയുകയാണ്, മോസ്റ്റ് കോമൺ ആയിട്ടുള്ളതാണ് കൺജങ്ക്റ്റിവൈറ്റിസ്. ഇപ്പൊ സാധാരണ കണ്ണിൽ ചീമ്പ എന്നും കണ്ണ് രോഗമെന്നും പകർച്ചവ്യാധിയായിട്ട് പറയുന്ന അതിനാണ് കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ദാറ്റ് എക്സാക്ട്ലി? എനിക്ക് ഇഷ്ടമുള്ള ഒരു കാഴ്ച എൻ്റെ കണ്ണിൽ നിന്ന് പോയി എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത എന്തോ ഞാൻ കണ്ടു എന്നാണ് അർത്ഥം. ഇത് മാത്രമേ അർത്ഥമുള്ളൂ. അല്ലാതെ ഏതോ പകർച്ചവ്യാധി വന്നു, രോഗാണുക്കൾ കയറി എൻ്റെ കണ്ണെ പിടിച്ചു, അല്ലെങ്കിൽ വൈറസ് കയറി പിടിച്ചു, അത് എപ്പിഡമിക്കാണ്, അങ്ങനെയൊന്നുമില്ല. എപ്പോഴാണ് എപ്പിഡമിക്? നിങ്ങൾ പറയുകയാണ് നിങ്ങളുടെ വീട്ടിൽ ഒരാൾക്ക് കണ്ണിൽ അസുഖം വന്നു. അത് കണ്ണിൽ അസുഖം വന്നാൽ നിങ്ങൾക്ക് അത് കാണുന്നത് ഇഷ്ടമില്ല, അതുകൊണ്ട് നിങ്ങളുടെ കണ്ണിലും അത് പകരും. അപ്പോഴാ ആളുടെ കണ്ണിലെ ഏതോ സാധനം വൈറസ് എൻ്റെ കണ്ണിലേക്ക് വന്നു, അതുകൊണ്ട് എന്നെ രോഗിയാക്കി എന്നാണ് പറയുന്നത്. ഇത് ഹോമിയോപ്പതി ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോലും ഇത് തർക്ക വിഷയമാണ്. അയ്യോ വൈറസ് ഇല്ല എന്ന് പറയരുത്, അങ്ങനെയാണെങ്കിൽ ഞങ്ങളില്ല. അത് പറയുന്ന ശാസ്ത്രമാണെങ്കിൽ ഞങ്ങൾ പഠിക്കാനില്ല എന്ന് ആദ്യമേ തന്നെ പറയും. വൈറസ് കണ്ട് അവരുടെ ബന്ധുക്കളായതുപോലെയുള്ള അത്രമാത്രം ബഹുമാനവും ബഹുമാനവും ആരാധനയൊക്കെയാണ് ഈ വൈറസിനോട്. വൈറസ് നമ്മുടെ ഉള്ളിലുള്ളതാണെന്നും ഈ പറയുന്ന അതിൻ്റെ ഹീലിംഗ് ഫേസിലാണ് വൈറസ് മുതലായ എല്ലാ ഓർഗാനിസംസ് ഉള്ളതെന്നൊക്കെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചു, അല്ലെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് പോയി വായിക്കാം. അപ്പോൾ കൺജങ്ക്റ്റിവൈറ്റിസ് എന്താണ്? എനിക്ക് ഇഷ്ടമില്ലാത്ത എന്തോ കാണേണ്ടതായിട്ട് വന്നു, അല്ലെങ്കിൽ ഇഷ്ടമുള്ളത് എൻ്റെ കാഴ്ചവെട്ടത്തിൽ നിന്ന് പോയി, എൻ്റെ കണ്ണിൽ നിന്ന് പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ അതിൻ്റെ അർത്ഥം എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്തുകൊണ്ടാണ് പകർച്ചവ്യാധിയായിട്ട് വരുന്നത്? അയ്യോ എൻ്റെ വീട്ടിൽ ഒരാൾക്ക് കണ്ണിൽ അസുഖം വന്നു, അവൻ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നതാണ്. വലിയ കൊണ്ടുവരലല്ലേ, ഒന്നും കൊണ്ടുവരുന്നൊന്നുമില്ല, അവന് കാണാൻ ഇഷ്ടമില്ലാത്ത എന്തോ കണ്ടു, അല്ലെ കാണാൻ കൊതിച്ചത് അവൻ കാണാൻ കിട്ടിയില്ല, ഇത്രയേ ഉള്ളൂ സമയം. പക്ഷെ അത് കാണുന്നത് ആർക്കെങ്കിലും ഇഷ്ടമുള്ള ഒരു കാര്യമാണോ? കാരണം നമ്മുടെ ബാക്ക് ഓഫ് ദി മൈൻഡ് നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? ഇത് പകർച്ചവ്യാധിയാണ്, അവൻ കണ്ണിൽ അസുഖം കൊണ്ട് വന്നാലോ മറ്റുള്ളവർക്ക് കൊടുക്കും. നമ്മൾ വാങ്ങുന്നതും കൊടുക്കുന്നതും കൊണ്ടുവരുന്നതൊന്നും നമ്മൾ കണ്ടില്ല, പക്ഷെ നമ്മൾ അങ്ങനെയാണ് പഠിച്ച് വെച്ചിരിക്കുന്നത്. അത് ഈ ക്ലാസ്സോടുകൂടി ഇവിടെ മുതൽ നിങ്ങൾ മാറ്റിയേ തീരൂ. കാരണം സത്യം നിങ്ങൾ കണ്ടെത്തണം. കാരണം കണ്ണിൽ അസുഖം, ഞാൻ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് അവിടെ ദേവാനന്ദുമായിട്ട് സംസാരിക്കുകയാണ്.
നമ്മൾ 50 വർഷം മുമ്പ്, ഞാൻ 51 വർഷമായി ഈ വൈദ്യശാസ്ത്രത്തിൽ കൈവച്ചിട്ട്, 51 വർഷം മുമ്പ് ചിക്കൻ പോക്സ് എങ്ങനെയാണോ പ്രകടിപ്പിച്ചത് അതേപോലെ തന്നെ ഇപ്പോഴും ചിക്കൻ പോക്സ്. അല്ല ഇന്ന് ആർക്കെങ്കിലും കണ്ണിൽ ചീമ്പ എന്നൊക്കെ അറിയപ്പെടുന്ന കണ്ണിൽ അസുഖം വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കുന്നത്? അതേപോലെ തന്നെ. ഇപ്പോൾ വൈറസ് മ്യൂട്ടേഷൻ സംഭവിക്കുന്നതാണ്. പാവം പിടിച്ച് കോവിഡ് വൈറസിന് കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ മ്യൂട്ടേഷൻ സംഭവിച്ചു എന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഇത് 50 വർഷമായിട്ട് എന്താ മ്യൂട്ടേഷൻ സംഭവിക്കാത്ത? കണ്ണിലസുഖം ഇപ്പോഴും കണ്ണിലസുഖം തന്നെയാണ്. കണ്ണിൽ ചുവന്നു വരും, പീഡ കെട്ടുക എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവും, കണ്ണിൽ ചുവന്നു വരും. അല്ലാതെ അതൊരാൾ കാണുന്നു എന്ന് വിചാരിക്കുക, എൻ്റെ മകൻ്റെ കണ്ണിൽ ഐ ഡോണ്ട് ലൈക്ക് ടു സീ, എൻ്റെ കണ്ണ് ഞാൻ മാറ്റും. അത് തന്നെയാണ് സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ്. അത് തന്നെയാണ് എൻ്റെ കണ്ണിലേക്ക് വരാനുള്ള കാരണം. വരാനുള്ളതെന്ന് തന്നെയാണ് ഞാൻ ഉപയോഗിച്ച വാക്ക്. പക്ഷെ ഒന്നും വരുന്നില്ല. പക്ഷെ എൻ്റെ ബോഡിയിൽ ദാറ്റ് ചേഞ്ചസ് ആർ ഹാപ്പനിങ് ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് മൈസെൽഫ്. അതാണ് അതിൻ്റെ കാരണം. അല്ലാതെ ഒന്നും പകർന്നു വരുന്നതല്ല എന്നൊന്നും മനസ്സിലാക്കും. അതുപോലെ മറ്റു കാര്യങ്ങളെല്ലാം റെറ്റിനൈറ്റിസ്, റെറ്റിന എന്ന് പറയുന്ന രോഗത്തിന് ഇതുപോലെ തന്നെ ഇൻഫർമേഷൻ വരാം. അതും കുറച്ചുകൂടെ സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് തന്നെയാണ്. മാക്കുലർ ഡീജനറേഷൻ എന്ന് പറയുന്ന സംഭവങ്ങൾ സംഭവിക്കുക. അതായത് മാക്കുല എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതിന് ഡീജനറേഷൻസ് സംഭവിക്കാം. ഓക്കെ, അപ്പൊ അതും ഹീലിംഗ് ഫേസിലാണ്. അപ്പോൾ ഒരാൾക്ക് കാണാൻ ഒട്ടുമേ പറ്റാത്ത ഒരു കാര്യം കാണേണ്ടതായിട്ട് വന്നു. കണ്ണിലുണ്ടാകുന്ന ചേഞ്ചസിനെ നമ്മൾ റെറ്റിനൈറ്റിസ് അല്ലെങ്കിൽ പിഗ്മെന്റോസ, റെറ്റിനൈറ്റിസ് അല്ലെങ്കിൽ റെറ്റിനൽ പത്തോളജി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പേടിക്കും. അപ്പോൾ മാക്കുലർ ഡീജനറേഷൻ എന്ന് പറഞ്ഞാൽ സെൻട്രൽ, അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഡീജനറേഷൻ. നമുക്ക് സെൻട്രൽ ഡാർക്ക്നെസ് കാണുന്നു അല്ലെങ്കിൽ ഡാർക്ക് ഏരിയ കാണുന്നു. നമുക്ക് അങ്ങനെ അതിനെ വിശദീകരിക്കാനായിട്ട് പറ്റും. ഹീലിംഗ് ഫേസ് തീരും. അവിടെ ഇടിമയുണ്ട് അല്ലെ നീർക്കെട്ടുണ്ടാകുന്ന എന്തിനാണ്? വേറെ ഹീലിംഗ് ഈസ് ടേക്ക് പ്ലേസ് ദർ വിൽ ബി ഇഡിമ. ഇഡിമ മീൻസ് അക്യുമുലേഷൻ ഓഫ് വാട്ടർ. അത് ബോഡിയുടെ ഒരു ഇതാണ്. Because Dr. Hammer says, he has only said healing takes place only in the fluid medium. Wherever fluid is there, it is not a negative thing, it is a welcome thing. ഇപ്പൊ നീരുണ്ട്, രോഗമെല്ലാം സുഖമായി, പക്ഷെ കാലയിലെ നീരങ്ങ് പോകുന്നില്ലല്ലോ ഡോക്ടറെ എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ പ്രശ്നമാണ്. എന്താ കാലയിലെ നീര് പോകാത്ത? കാരണം അത് കിഡ്നിയുടെ കുഴപ്പമാണെന്ന് കേട്ടിട്ടുണ്ട്. വേണമെന്നില്ല, കിഡ്നിയാണ് അത് മീഡിയേറ്റ് ചെയ്യുന്നത് തീർച്ചയാണ്. പക്ഷെ ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് എ ഫീലിംഗ് ഐസൊലേറ്റഡ്. അതിൻ്റെ കോൺഫ്ലിക്ട്സ് പഠിച്ചാൽ നമുക്ക് സിൻഡ്രോം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് മനസ്സിലാക്കും. കിഡ്നിയാണ് മീഡിയേറ്റ് ചെയ്യുന്നത്. ദാറ്റ് സിംപ്ലി മീൻസ് ഐ ഫീൽ ഐസൊലേറ്റഡ്, ഐ എം നോട്ട് ഓക്കെ വിത്ത് ദി സറൗണ്ടിങ്സ്, ഐ എം നോട്ട് മിംഗ്ലിംഗ് വിത്ത് ദി സറൗണ്ടിങ്സ്, ഐ ഫീൽ ഐസൊലേറ്റഡ്, ഫോർസേക്കൺ, അബാൻഡൻഡ്. ഇങ്ങനെയുള്ള ഫീലിംഗ് വരുമ്പോൾ കിഡ്നിയാണ് മീഡിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ കിഡ്നിയുടെ ഡാമേജ് ആയതൊന്നുമല്ല. ഇറ്റ് ഈസ് ഓൾ ഹോമിയോപ്പതിക്കാർ പറയുകയാണെങ്കിൽ സോറിക് സ്റ്റേജ്, അല്ലാതെ അതെല്ലാം സൈക്കോട്ടിക് സിബിലിറ്റിക്കും ആണെന്ന് നിർബന്ധമൊന്നുമില്ല. അതുപോലെ ഗ്ലൂക്കോമ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ആക്റ്റീവ് ഫേസ് ആണ്. അത് വിഷ്വൽ സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് ആണ്. അതും ഇത് തന്നെ. നമുക്കൊരു സെപ്പറേഷൻ, എല്ലാത്തിനും ആ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അത് നമുക്കെല്ലാം അറിയുന്ന പോലെ തന്നെ ഇൻട്രാ ഓക്കുലർ പ്രഷർ കൂടുമ്പോഴാണ്. ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ദി കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസ്. അതുപോലെ തന്നെ മയോപ്പിയ, ഹൈപ്പർ മയോപ്പിയ അല്ല ഹൈപ്പറോപ്പിയ അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറയുന്നത്. മയോപ്പിയ എന്ന് പറഞ്ഞാൽ ഷോർട്ട് സൈഡ്, മറ്റേത് ലോങ് സൈഡ്. അപ്പൊ നമുക്ക് ദൂരെയുള്ള കാര്യങ്ങൾ കാണാനായിട്ട് എനിക്ക് ഇഷ്ടമില്ല. ഐ വാണ്ട് ടു ബി വിസിബിൾ എന്നല്ല, ഐ വാണ്ട് ടു സീ തിങ്സ് നിയർ ടു മീ. അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥ വന്നു കഴിഞ്ഞാൽ അധികം ദൂരെയുള്ളതൊന്നും കാണാനായിട്ട് എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഐ വിൽ ബി, ആ കോൺഫ്ലിക്റ്റ് ആണ്. ഇഷ്ടമാണ് പ്രധാനം. അങ്ങനെയാണ് ഞാനൊരു ഷോർട്ട് സൈറ്റഡ് ആകുന്നത്, അങ്ങനെയാണ് ലോങ് സൈറ്റഡ് ആകുന്നത്. അപ്പോൾ നമ്മൾ കണ്ണാടിയൊക്കെ വെച്ച് മാനേജ് ചെയ്യും. പക്ഷെ വി ആർ നോട്ട് ഗിവൺ ദി ഇൻഫർമേഷൻ. എന്തുകൊണ്ടാണ് എൻ്റെ കണ്ണിന് ഷോർട്ട് സൈറ്റ് പിടിച്ചത്, എന്തുകൊണ്ടാണ് എനിക്ക് ലോങ് സൈറ്റ് വന്നത് എന്നൊന്നും ആരും നമ്മളെ പറയത്തില്ല. ഇത് പഠിക്കുന്നിടത്താണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ വീണ്ടും ഈ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ ലേണിംഗ് GNM വെബ്സൈറ്റിൽ പോയിട്ട് പ്രോഗ്രാംസ് ഓഫ് ദി ഐസ് വളരെ വിശദമായിട്ട് പഠിക്കണം എന്ന് മാത്രം പറയാനായിട്ടാണ് ഞാൻ. അല്ലാതെ എല്ലാം വിശദീകരിക്കാൻ, കാരണം ഇതൊരു, എനിക്ക് ഞാൻ നോക്കിയപ്പോൾ ഒരു 10-100 കൂടുതൽ പ്രോഗ്രാംസ് ഉണ്ട് അതിൻ്റെ അകത്ത്. ഇതെല്ലാം ഞാൻ പഠിച്ചതാണ് എന്നുള്ളത് ഞാനിവിടെ സമ്മതിക്കുവാണ്. ഡ്യൂറിങ് ദി കോവിഡ് ടൈം ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു. ഓരോ ദിവസവും 8 മിനിറ്റുള്ള ഓഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മണിക്കൂറുകളോളം ഇരുന്ന് പഠിച്ചതാണ്. അതുകൊണ്ട് അതെല്ലാം അവിടെ ഓഡിയോ ക്ലിപ്സ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വായിക്കാം. വെബ്സൈറ്റിലെ ലേണിംഗ് GNM നിങ്ങൾക്ക് വായിക്കാം. ഞങ്ങളത് അധികം താമസിയാതെ വീഡിയോ ഫോർമാറ്റിൽ കൊണ്ടുവരാനുള്ള പ്ലാനിലാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അത് ഡെയിലി പ്ലേ ചെയ്യാം കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് മോർ ഇൻഫോർമേഷൻ. അടുത്ത നമ്മൾ എക്ടോഡേം വിട്ടു. ഇനി മീസോഡേമിലേക്ക് വരുവാണ്. മീസോഡേം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ മസിൽസ്, ജോയിൻസ്, ബോൺസ്, ലിഗമെന്റ്സ്, ടെൻഡൻസ് എല്ലാം മീസോഡേം ഡിറൈവേറ്റീവ്സ് ആണ്.
ഇവിടെ നമുക്ക് മീസോഡേം, ന്യൂ മീസോഡേമും ഓൾഡ് മീസോഡേമും ഒരുമിച്ച് പഠിക്കാം. കാരണം അറ്റാക്ക് ഈസ് ദ കോൺഫ്ലിക്റ്റ് ഓഫ് ദി ഓൾഡ് മീസോഡേം, സെറിബെല്ലം കൺട്രോൾഡ് ടിഷ്യൂസ്. അല്ലെങ്കിൽ സെൽഫ് ഡീവാലുവേഷൻ ഈസ് ദി കോൺഫ്ലിക്റ്റ് ഓഫ് ദി ടിഷ്യൂസ് ദാറ്റ് വി കോൾ ആസ് ന്യൂ മീസോഡേം ഡിറൈവേറ്റീവ്സ്. അപ്പോൾ ഈ ഓർഗൻസിനെ കണ്ണിലും ഉണ്ട്. അപ്പൊ കണ്ണിൽ ഏതൊക്കെയാണ് ഈ മീസോഡേം ഡിറൈവ്ഡ് ആയിട്ടുള്ള ടിഷ്യൂസ്? കൊറോയിഡ്. കൊറോയിഡ് ഈസ് ദി ഇന്നർ പാർട്ട് ഓഫ് ദി ഐബോൾ, അതാണ് കൊറോയിഡ്. ഐറിസ്, മസിൽസ്, ബിക്കോസ് ദേ ആർ മസിൽസ്. ഐറിസ് യു നോ ദാറ്റ് ഈസ് വാട്ട് മേക്സ് ദിസ് ഫോക്കസിങ്. നമ്മൾ ഐറിസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് എന്താ കൃഷ്ണമണി എന്ന് പറയുന്ന സാധനം, ചെറിയ ദ്വാരം, കറുത്ത ദ്വാരം. ആക്ച്വലി വി ആർ സീയിങ് ദി ഇന്നർ പാർട്ട് ഓഫ് ഇറ്റ് ത്രൂ ദി ലെൻസ്. അതിൽ ഐറിസ് മസിൽസ് ആണ്, അതിലൂടെ കാണുന്ന പ്യൂപ്പിൾ ആണ് അപ്പർച്ചർ. ആ പ്യൂപ്പിളിലേക്ക് നോക്കുന്ന ആ മസിൽസ് ഇറ്റ് ക്യാൻ ബി അഡ്ജസ്റ്റഡ്, അതാണ് ഐറിസ് എന്ന്. അപ്പൊ അത് മസിൽസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. മസിൽസ് ആയതുകൊണ്ട് തന്നെ അതിന്റെ കോൺഫ്ലിക്റ്റ് രണ്ട് ടൈപ്പാണ്. ഒന്ന് സെൽഫ് ഡീവാലുവേഷൻ കോൺഫ്ലിക്റ്റ്, അത് അതിന്റെ ബൾക്ക് ഓഫ് ദി മസിലിനെ ബാധിക്കുന്നതാണ്. രണ്ടാമത് അതിന്റെ മൂവ്മെന്റിനെ ബാധിക്കുന്നു. അപ്പൊ അതിനകത്ത് ഡയലേറ്റ് ചെയ്യാത്തത് വരാം, അല്ലെങ്കിൽ കണ്ടമാനം കൂടുതൽ ഇങ്ങനെ കൺസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നത് വരാം. ഇതൊക്കെ ഇതിന്റെ മോട്ടോർ കോൺഫ്ലിക്റ്റിൽ വരുന്നതാണ്. അധികം വിശദമായിട്ട് പറഞ്ഞാൽ പലർക്കും അത് മനസ്സിലാകത്തിൽ ഇട്ടിട്ട് പോകും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ പർട്ടിക്കുലർ കംപ്ലൈന്റ് വരുമ്പോൾ യു ക്യാൻ ഗോ ബാക്ക് ടു learninggmm.com. കാരണം ഇതെല്ലാം ഇവിടെ ക്ലാസ്സിൽ പറയൽ പ്രായോഗികമല്ല. നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. സീലിയറി ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ ഓരോ ലെൻസിലും ഹോൾഡ് ചെയ്തിരിക്കുന്ന സീലിയറി ബോഡിയിലേക്കാണ്. ഐ മസിൽസ് നിങ്ങൾക്കറിയാം, നമ്മൾ എക്സ്ട്രാ ഓക്കുലർ മസിൽസ് എന്ന് അതിനെ പറയും. മുകളിലും താഴെയുമുള്ള മസിൽസ്, ഒബ്ലിക് ആയിട്ടുള്ള മസിൽസ്. ഇപ്പോൾ റെക്ടസ് മസിൽസ് എന്ന് പറയും, പിന്നെ ഒബ്ലിക് മസിൽസ് എന്ന് പറയും. ഇതാണ് നമ്മൾ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് നമ്മളെ നോക്കാനായിട്ട് നമ്മളെ മസിലിനെ സഹായിക്കുന്നത്. സോ ഇതിൽ മിസ്റ്റേക്ക് വന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. അതിനെ നമ്മൾ സ്ട്രബിസ്മസ് എന്ന് പറയും, അല്ലെങ്കിൽ സ്ക്വിൻഡ് എന്ന് പറയും, കോങ്കണ്ണ് എന്ന് പറയും. ഇപ്പൊ ചിലരുടെ കണ്ണിങ്ങനെ ക്രോസ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ കോൺകണ്ണ് എന്ന് പറയുന്നത്. ഒരാളുടെ കണ്ണ് എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നു, ഒരാളുടെ കണ്ണ് എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഒരാളുടെ ഒരു കണ്ണ് മാത്രം ഇങ്ങനെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഒരാളുടെ ഒരു കണ്ണ് ഇങ്ങനെ ഇരിക്കുന്നു. അതാണ് സ്ട്രബിസ്മസ് എന്ന് പറഞ്ഞത്. ഇതെല്ലാം കോൺഫ്ലിക്റ്റുകൾ കൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. എപ്പോഴ്? ചിലപ്പോൾ കുഞ്ഞിലെ ജനിച്ചതിന് ശേഷമുള്ള സമയത്ത്. എന്താണ് റൈറ്റ് സൈഡ്? ഫാദർ, വേർ ഈസ് മൈ ഫാദർ? ഐ ഡോണ്ട് ഹാവ് എ ഫാദർ, വേർ ഈസ് ഹി? റൈറ്റ് സൈഡ്. ലെഫ്റ്റ് സൈഡ്, വേർ ഈസ് മൈ മദർ? ഐ എം നോട്ട് ഏബിൾ ടു സീ മൈ മദർ. അപ്പൊ കണ്ണിലെ റെറ്റിന എന്ന് പറയുന്നത് നമ്മൾ എക്സാക്ട്ലി നമ്മൾ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. അതൊക്കെ അതിൻ്റെ അത് വിശദമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. കാരണം റെറ്റിനയിൽ വന്ന് പതിക്കുന്നത് നേരെ ഓപ്പോസിറ്റിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ബിക്കോസ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ആക്ഷൻ നമ്മുടെ ഒരു വശത്തുനിന്ന് വരുന്നത് നേരെ എതിർവശത്തേക്ക് വരുമ്പോൾ നമ്മൾ റൈറ്റ് സൈഡ് ഫോർ ദി പാർട്ട്ണർ സൈഡ്, ലെഫ്റ്റ് സൈഡ് ഫോർ ദി മദർ എന്നുള്ളത് തിരിഞ്ഞിട്ട് ആണ് വരിക. അതും ഞാൻ പറഞ്ഞാൽ അത് മനസ്സിലാകത്തില്ല. അത് വരച്ചിട്ടൊക്കെ കാണിക്കണം. നിങ്ങൾക്ക് ആ പടമൊക്കെ നിങ്ങൾക്ക് learninggmm.com എന്നുള്ളതിന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോഴെങ്ങനെ ഒരു വശത്തുനിന്ന് വരുന്നത് മറ്റേ വശത്തുനിന്ന് റിഫ്ലക്ഷൻ. കാരണം കണ്ണിന്റെ ബാക്കിലുള്ള റെറ്റിന ഉൾക്കൊള്ളുന്ന ബോൾ, അല്ലെ ഐബോൾ എന്ന് പറയുന്ന ഒരു സ്ഫെറിക്കൽ ഓർഗൻ ആണ്. അതുകൊണ്ട് അതിന്റെ ബാക്കിലുള്ള ഈ പറയുന്ന സ്ക്രീൻ, അതിലൂടെ വന്ന് റിഫ്ലക്ഷൻ നടത്തുമ്പോഴത്തേക്കും നമുക്ക് വലതുവശത്തെ സംഗതികൾ, അല്ലെങ്കിൽ വലതുവശത്തെ സംഗതികൾ ഇടത് റെറ്റിനയിലാണ് വരുന്നത്, ഇടതുവശത്തേത് വലത് റെറ്റിനയിലാണ് വരുന്നത്, റെറ്റിനൽ പാർട്ടിൽ. അതുകൊണ്ട് തന്നെ ആ ചേഞ്ചസ് ഒക്കെ നിങ്ങൾക്ക് വരും. ഇത് കൂടുതൽ പറഞ്ഞാൽ ബോറടിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമില്ല, എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല. പക്ഷെ നിങ്ങൾക്ക് കണ്ണിലെ ഒരു അസുഖം വരുമ്പോൾ you go to the eye portion of the learninggmm.com. ഇപ്പൊ ഇവിടെ വരുന്ന അറ്റാക്ക്, അതായത് നമ്മൾ മീസോഡേമിൽ തന്നെയാണ്. അതിനകത്ത് ന്യൂ മീസോഡേമിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞു ദാറ്റ് ഈസ് ഓൾ അബൌട്ട് സെൽഫ് ഡീവാലുവേഷൻ റിഗാർഡിംഗ് ദ ബൾക്ക് ഓഫ് ദി മസിൽ ചുരുങ്ങിപ്പോയി, മസിൽ കണ്ട അങ്ങനെയാണെങ്കിൽ. അല്ലെങ്കിൽ അതിന്റെ മോട്ടോർ മൂവ്മെന്റിലാണ്, കണ്ണിന്റെ സ്ക്വിൻഡ്, നമുക്ക് ആ മൂവ്മെന്റിലാണ് പ്രശ്നമുള്ളതെങ്കിൽ ദാറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് വിത്ത് യുവർ മോട്ടോർ കോൺഫ്ലിക്റ്റ്. അത് നമ്മൾ സ്ട്രബിസ്മസ് എന്ന് നമ്മൾ മെഡിക്കലി അറിയപ്പെടുന്ന, സ്ക്വിൻഡ് എന്ന് കോമൺ ആയിട്ട് പറയുന്ന കണ്ണിന്റെ കോങ്കണ്ണ് എന്ന് പറയുന്ന അതിൻ്റെ അകത്താണ് വരുന്നത്. അതെല്ലാം മോട്ടോർ കോൺഫ്ലിക്റ്റ് ഓഫ് ദി ഐ മസിൽസ് ആണ്. ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഐ ആം നോട്ട് ഏബിൾ ടു സീ മൈ ഫാദർ, ഐ ആം നോട്ട് ഏബിൾ ടു സീ മൈ മദർ, ഓർ ഐ ഡോണ്ട് വാണ്ട് ടു സീ മൈ ഫാദർ, ഐ ഡോണ്ട് വാണ്ട് ടു സീ മൈ മദർ. ഇങ്ങനെയൊക്കെയാണ് അതിന്റെ വിശദീകരണങ്ങൾ വരുന്നത്. അതെല്ലാം പറഞ്ഞാൽ കോംപ്ലിക്കേഷൻ ആകാനുള്ള ഒരു വേദിയല്ല ഇതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ വളരെ കോമൺ ആയിട്ടുള്ള വേറൊരു കാര്യം, കോമൺ തന്നെയാണ്, തിമിരം. എന്താണ് തിമിരം? കാറ്ററാക്ട്. കാറ്ററാക്ട് ഈസ് ദ ചേഞ്ച് ഹാപ്പനിങ് ഇൻ ദ ലെൻസ്. അവിടെയും കോൺഫ്ലിക്റ്റുകൾ കൊണ്ടാണ് എന്ന് നമ്മളോട് ഇതുവരെയും ഒരു വൈദ്യശാസ്ത്രം നമ്മളെ പഠിപ്പിച്ചിട്ടില്ല.
ഡോക്ടർ ഹാമർ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അദ്ദേഹം പറയുന്നത്? അവിടുത്തെ കോൺഫ്ലിക്റ്റ് എന്താണ്? ഐ വാണ്ടഡ് ടു സീ സംതിങ് ബട്ട് ഐ എം നോട്ട് ഏബിൾ ടു സീ. അത് ലെൻസിന്റെ കോൺഫ്ലിക്റ്റ് തന്നെയാണ്. ഐ വാണ്ടഡ് ടു സീ സംതിങ്. എന്തുകൊണ്ടാണ്? വയസ്സാകുന്നവരുടെ കൂടെ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് കണക്റ്റഡ് ഓർ റിലേറ്റഡ് വിത്ത് ഓൾഡ് ഏജ്. Because many of the old people, for example, those old couple staying at home, ഇവിടെ കേരളത്തിലുള്ള, അവർക്ക് ആരെയും കാണാനില്ല, മക്കളൊക്കെ എവിടെയൊക്കെയോ പോയി. അപ്പോൾ മക്കളെ കാണാൻ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അവരുടെ കണ്ണിന് തിമിരം വരും. അല്ലെങ്കിൽ അവർ ഹാപ്പൻ ടു സീ സംതിങ് വെരി 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 അങ്ങനെയുള്ള എന്തെങ്കിലും കാണേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ കണ്ണിനോട് പ്രകൃതി പറയും, യു ഗോ ബ്ലൈൻഡ്, യു ഗോ ബ്ലൈൻഡ്. അങ്ങനെയുള്ള ചേഞ്ചസ് ആണ് നമ്മുടെ ലെൻസ് എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള സ്ഫടിക കഷ്ണത്തിലൂടെ നമുക്ക് അനുഭവപ്പെടുന്നത്. അങ്ങനെയാണ് നമ്മുടെ കണ്ണ് പൊട്ടനായിട്ട് നമ്മുടെ കാറ്ററാക്ട് എന്ന് പറയുന്ന സംഭവം. അതിൻ്റെ അകത്ത് സെൽഫ് ഡീവാലുവേഷൻ അഫക്റ്റിംഗ് ദി ലെൻസ് ടിഷ്യൂ, അതാണ് ഏറ്റവും പ്രധാനമായിട്ട്. അതിന് ഹീലിംഗ് സ്റ്റേജിലാണ് ആ ഒപ്പേസിറ്റി വരുന്നത്. യു ഡോണ്ട് സീ ദോസ് അൺപ്ലസന്റ് or painful things, you go blind, no problem, but don't see those things, it is all very hurting എന്ന് നമ്മളോട് പറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്കതൊന്നും കാണാതിരിക്കത്തക്ക രീതിയിൽ നമ്മുടെ കണ്ണ് പൊട്ടനാക്കുന്ന, അല്ലെ ഒപ്പേസിറ്റി ഉണ്ടാകും. നമ്മളങ്ങനെ ഇനി എൻഡോഡേമിലേക്ക് വരുവാണ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് നമ്മൾ പറയുന്ന ഭാഗം. ഇപ്പൊ എല്ലാ ഗ്ലാൻഡ്സും എൻഡോഡേം ഡിറൈവ്ഡ് ആണ്. അതായത് ഫോർ എക്സാമ്പിൾ ലാക്രിമൽ ഗ്ലാൻഡ്. ലാക്രിമൽ ഗ്ലാൻഡ് നമ്മുടെ കണ്ണിന്റെ 2 സൈഡിലും വെച്ചിട്ടുണ്ട്. അതിന് ഡക്റ്റ് ഉണ്ട്. ഡക്റ്റ് എക്ടോഡേം ആണ്, പക്ഷെ ഗ്ലാൻഡ് എൻഡോഡേം ആണ്. അപ്പൊ ഈ ഗ്ലാൻഡിൽ വരുന്ന ചേഞ്ചസ്, ദാറ്റ് ഈസ് ഡ്യൂ ടു ദി കോൺഫ്ലിക്ട്സ്. എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള, അല്ല നമ്മുടെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്, മോർസൽ കോൺഫ്ലിക്റ്റ് ആണ്. ഐ വാണ്ട് ടു സീ സംതിങ്, ഐ വാണ്ട് ടു സീ, അതായത് സംതിങ് ഐ വാണ്ട് ടു ഈറ്റ് എന്ന് പറയുന്നത്. അത് മോർസൽ എന്ന് പറഞ്ഞാൽ പോർഷൻ ഓഫ് മീൽ എന്നാണ്. ഭക്ഷണത്തിന് കഴിക്കുന്ന ഒരു ഉരുള എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഐ വാണ്ട് ടു സീ സംതിങ് വെരി സ്വീറ്റ്, അല്ലെ വെൽക്കം തിങ് കാണാനായിട്ട് ഞാൻ കൊതിച്ചു, പക്ഷെ എനിക്ക് കാണാൻ കിട്ടിയില്ല. അല്ലെങ്കിൽ എനിക്ക് കാണാൻ ഇഷ്ടമില്ലാത്തത് കാണേണ്ടതായിട്ട് വന്നു. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ഈ പറയുന്ന ലാക്രിമൽ ഗ്ലാൻഡ് ആയാലും വിട്രിയസ് ബോഡി, നമ്മുടെ ലെൻസിന്റെ ബാക്കിലുള്ള ദി ഹോൾ ഓഫ് ദി ബിഗ് ചേംബർ ഫിൽഡ് വിത്ത് വിട്രിയസ് ബോഡി, അതിൽ വരുന്ന ചേഞ്ചസും ഇത് തന്നെയാണ്. അപ്പൊ അതൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് കൊണ്ടാണ്. നോട്ട് ബീങ് ഏബിൾ ടു ഡൈജസ്റ്റ് എ വിഷ്വൽ മോർസൽ. അപ്പോൾ വിഷ്വൽ മോർസൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഇറ്റ്സ് എ പോർഷൻ ഓഫ് ദി മീൽ. ഒരു ഉരുള എന്ന് മലയാളത്തിൽ പറയുന്നതാണ് ഏറ്റവും നല്ലത്. ഉരുള. ഒരു ചോറ് കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഈ ഇലക്കകത്ത് വിളമ്പിയത് മുഴുവൻ കൊണ്ട് എടുത്ത് വിഴുങ്ങുമല്ല ചെയ്യുന്നത്. നമ്മളതിനെ ഇച്ചിരി ചാറൊക്കെ കൂട്ടിയിട്ടൊരു ഉരുളയായിട്ട് വിഴുങ്ങുന്നത്. അതുപോലെ ഒരു സംതിങ് ഹാസ് ഗോൺ ഇൻ ടു സിസ്റ്റം, അതാണ് മോർസൽ. അപ്പൊ ഇവിടെ കണ്ണുമായിട്ടുള്ള മോർസൽ എന്താണ്? സംതിങ് ഐ ഹാപ്പൻ ടു സീ വിച്ച് ഈസ് not okay for me, I don't like to see, therefore nature will make me blind. You go blind, that is better, because you will not have a pain. Or you were anxiously waiting to see something but you are not able to see. അപ്പോൾ ഈ പറയുന്ന മോർസൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ളത് കിട്ടുന്നില്ല, ഇഷ്ടമില്ലാത്തത് കിട്ടും. ഇത് നിങ്ങൾ ഇനി അങ്ങോട്ടേക്ക് ഈ സെൻസസ് ഒക്കെ പഠിക്കുമ്പോൾ ഇയർ സൗണ്ട് മോർസൽ വരും, ടേസ്റ്റിലുള്ള മോർസൽ വരും, ഇതെല്ലാം നിങ്ങൾ ഇനി പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതുകൊണ്ട് ഈ പഠനങ്ങളെല്ലാം നമുക്ക് ഭാവിയിലേക്ക് ഉപയോഗപ്പെടുത്തണം. അത് നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ നിങ്ങളിത് പഠിച്ചിട്ടും കൂടെ വരിക. നോട്ട് ബീങ് ഏബിൾ ടു ഡൈജസ്റ്റ് എ വിഷ്വൽ മോർസൽ, മോസ്റ്റ്ലി റെയർ കണ്ടീഷൻസ്. അപ്പോൾ ഇനി എന്തുകൊണ്ടാണ് ഈ വക രോഗങ്ങളൊക്കെ നീണ്ടു പോകുന്നത്? അതായത് ഒരാൾക്ക് തിമിരം ബാധിച്ചു, പിന്നെ അതിൻ്റെ അത് തിരിച്ചു വരുന്നില്ല. ബിക്കോസ് that problem is not usually getting corrected. അതുകൊണ്ട് അതൊരു ഹാങ്ങിങ് കോൺഫ്ലിക്റ്റ് എന്ന് പറയും. നമ്മൾ അലർജിയിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡിസീസ് കണ്ടീഷൻസിലെല്ലാം ഹാങ്ങിങ് കോൺഫ്ലിക്റ്റ്, ബിക്കോസ് ദാറ്റ് കോൺഫ്ലിക്റ്റ് ഈസ് ഹാങ്ങിങ്, കണ്ടിന്യൂയിങ്. അതിനൊരു പരിഹാരമില്ല. കാരണം ഒരു ഫോർ എക്സാമ്പിൾ എൻ്റെ പാർട്ട്ണർ മരിച്ചു, അല്ലെങ്കിൽ എൻ്റെ ഒരു കുട്ടി മരിച്ചു, അല്ലെങ്കിൽ ഐ കനോട്ട് സീ ഹിം എനിമോർ, സീ ഹർ എനിമോർ. അങ്ങനെ വരുമ്പോഴത്തേക്കാണ് യു ഗോ ബ്ലൈൻഡ് എന്ന് നമ്മുടെ പ്രകൃതി പറയുവാണ്. ദാൻ ബീങ് സോറി അബൌട്ട് ദാറ്റ്, അല്ലെങ്കിൽ സാഡ് അബൌട്ട് ദാറ്റ്. അതാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്ന ഹാമർ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള ഡിഫൻസ് മെക്കാനിസം ആണെന്നുള്ളതാണ്. സോ എന്തുകൊണ്ട് എൻ്റെ ഒരു ഐ കണ്ടീഷൻ, കണ്ണിനുണ്ടാകുന്ന ഒരു കണ്ടീഷൻ ക്രോണിക് ആകുന്നു? ബിക്കോസ് ദാറ്റ് കോൺഫ്ലിക്റ്റ് ഈസ് ഹാങ്ങിങ്, ദാറ്റ് ഈസ് നോട്ട് എലിമിനേറ്റഡ്. ആ കോൺഫ്ലിക്റ്റ് എലിമിനേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് വന്നിട്ടില്ല. അപ്പൊ അതിനെ ആ ഒരു എൻവയൺമെന്റൽ റിമൈൻഡേഴ്സ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇഫ് പാർട്ട്ണർ ഹാസ് ഡൈഡ് ഓഫ് സമൺ, അപ്പോൾ എന്താണ്? ദാറ്റ് ഫെലോ വിൽ ഗോ ബ്ലൈൻഡ്. എപ്പോഴെല്ലാം ചിന്തിക്കുന്നു, പാർട്ട്ണറിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേക്കും ഐ വാണ്ടഡ് ടു സീ ഹെർ, ഐ വാണ്ടഡ് ടു സീ ഹെർ, ബട്ട് ഷീ ഈസ് നോ മോർ.
or if the partner happen to see something very what do you call ഡിസ്ഗസ്റ്റിംഗ് ആയിട്ടുള്ള എന്തോ കാണേണ്ടതായിട്ട് വന്നു എന്നുമ്പോൾ യു ഗോ ബ്ലൈൻഡ്, യു സ്റ്റോപ്പ് സീയിങ് ദോസ് തിങ്സ്. അങ്ങനെയും നമുക്ക് ബ്ലൈൻഡ് ആകും. അപ്പൊ എല്ലാ കാര്യത്തിലും ഈ പോസിറ്റീവായിട്ടുള്ള കാണാൻ സാധിച്ചില്ല എന്നോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഐക്ക് ഈ പറയുന്ന ബ്ലൈൻഡ്നെസ് നമുക്ക് ഉണ്ടാവാം. ഇതുപോലെ തന്നെയാണ് ഈ ട്രാക്സിൻ്റെ അകത്ത് തന്നെയാണ് കൺജങ്ക്റ്റിവൈറ്റിസ്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്, പലർക്കും വരുന്നു, അത് പകർച്ചവ്യാധികളായിട്ട് വരുന്നു. അപ്പം ഇത് ഈ ബയോളജിയിൽ അല്ലെങ്കിൽ ഈ നേച്ചറിൽ നമ്മൾ കാണുന്നതാണ്. വെൻ ദേ ആർ സെപ്പറേറ്റഡ് ഫ്രം ദെയർ മദർ ഡിയർ വൺസ്, അപ്പോൾ അവരുടെ കണ്ണിൽ ഈ സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ ദർ വിൽ ബി കൺജങ്ക്റ്റിവിറ്റീസ്. ഓർ ഇഫ് ദി പേഴ്സൺ ഹാസ് ഹാപ്പൻഡ് ടു സീ സംതിങ് വെരി ഡിസ്ഗസ്റ്റിംഗ് ആയിട്ടുള്ളത് കണ്ടു കഴിഞ്ഞാൽ അതേപോലെയുള്ള ചേഞ്ചസ് വരും. അപ്പോൾ ഇതിനെ നമ്മൾ അലോപ്പതിയിൽ പറയുന്ന പ്രായമായാൽ തിമിരം വരും. അങ്ങനെയൊന്നുമില്ല, പ്രായമായാലും എത്രയോ പേര് നന്നായിട്ട്. അതുകൊണ്ട് ദർ ഷുഡ് ബി എ റൂൾ. അല്ലാതെ അങ്ങനെയും ആവാം ഇങ്ങനെയും ആകാം എന്ന് GNM ഇല്ല. സോ GNM ഒരു പ്രത്യേക, GSKയിൽ ഒരു പ്രത്യേക ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ അതിന് വളരെ 100% ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഡെഫിനറ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉണ്ട് എന്നുള്ളതാണ് ഇതിനെ മനോഹരവും ശാസ്ത്രീയവും ഒക്കെ ആക്കുന്നത്. ഭാവിയിലേക്കുള്ള ചൂണ്ട ആണിയായിട്ട് നിൽക്കുന്നതുകൊണ്ട്. അല്ലാതെ ഏജ് റിലേറ്റഡ് ഇല്ല. ഏജ് ആകുമ്പോൾ മക്കളൊക്കെ വിദേശത്താണ്, അല്ലെ ഭാര്യ മരിച്ചുപോയി, ഭർത്താവ് മരിച്ചുപോയി, അങ്ങനെയാകുമ്പോൾ യു ഗോ ബ്ലൈൻഡ് എന്ന് പ്രകൃതി നമ്മളോട് പറയുവാണ്. സോ ദാറ്റ് ഈസ് ബെറ്റർ ദാൻ തിങ്കിങ് അബൌട്ട് ഹിസ്, അല്ലെങ്കിൽ ഫോട്ടോ കണ്ട് കരയുന്നതിനേക്കാളും നല്ലത് യു ഗോ ബ്ലൈൻഡ് ഓർ ഡോണ്ട് തിങ്ക് അബൌട്ട് ദാറ്റ്. ഇതാണ് നമ്മളുടെ പ്രകൃതിയിൽ വരുന്ന എല്ലാ മാറ്റങ്ങൾക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ കാറ്ററാക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ബാക്കിയെല്ലാം ഇപ്പോൾ എക്ടോഡേം അല്ലെ വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള സ്കിൻ ലെവലിലുള്ള കൺജങ്ക്റ്റിവൈറ്റിസ്, അവിടെ സ്വെല്ലിങ് എന്തുകൊണ്ടാണ് അവിടെ ഇഡിമ വരുന്നത്, എന്തുകൊണ്ടാണ് ലാക്രിമേഷൻ വരുന്നത്, ഇതെല്ലാം ഇതിൻ്റെ കൂടെയുള്ള ഹീലിംഗ് സിംറ്റംസ് ആണ്. ബിക്കോസ് ഹീലിംഗ് ടേക്സ് പ്ലേസ് ഓൺലി ഇൻ ദ ഫ്ലൂയിഡ് മീഡിയം. അത് GNMൻ്റെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. എന്താണ് ഫ്ലൂയിഡ് മീഡിയം? വാട്ടറിങ്, ലാക്രിമേഷൻ, ഇഡിമ എല്ലാം അതിൻ്റെ ഫ്ലൂയിഡ് മീഡിയമാണ്. അതുകൊണ്ട് ബ്ലഡ് വിഷൻ ഇതെല്ലാം അതിൻ്റെ കൂടെ വരുന്ന സംഗതികളാണ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഡിസീസ് എന്ന് പറയുന്ന അതിൻ്റെ അകത്ത് തന്നെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇംപ്ലിക്കേഷൻ, സംതിങ് നെഗറ്റീവ്. അങ്ങനെയല്ല, ഓൾ ഡിസീസസ് ആർ പോസിറ്റീവ്. ഇപ്പം നമുക്ക് രോഗത്തെക്കുറിച്ചുള്ള പേടി നമുക്ക് മാറ്റിയെടുക്കണം. അതാണ് GNM അല്ലെങ്കിൽ GHKയുടെ ലക്ഷ്യം തന്നെ. ദർ ഇസ് നോ നീഡ് ഓഫ് എനി ഫിയർ ഫോർ ദി ഡിസീസസ്. ഓൾ സോ കോൾഡ് ഡിസീസസ് ആർ പ്രോഗ്രാംസ് ബൈ ദി ക്രിയേറ്റർ ഓർ for our own welfare, our own survival in the most perfect manner. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ that is a very very beautiful or very very beneficial knowledge that is going to be very beneficial for the rest of your life. So ഇതെല്ലാം നമ്മുടെ ഒരു റിപ്പയർ ഫേസ് ആണ്, അല്ലെ റിപ്പയർ പ്രോഗ്രാമാണ്, റെസ്റ്റോറേഷൻ പ്രോഗ്രാമാണ്, റെസ്റ്റോറേഷൻ പ്രോസസ്സസ് ആണ്. അതാണ് നമ്മളോട് GHK പറയുന്നത്. There is no disease, there is no degeneration, nothing like that. All with a purpose, and that purpose is called as a biological purpose. അപ്പോൾ ഏത് കേസ് കണ്ണിനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ നമ്മളിവിടെ വളരെ ചുരുക്കമായിട്ട് ഞാൻ പറഞ്ഞ കാര്യം, ഇത് വളരെ 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 ചുരുക്കമാണെന്നുള്ളത് സമ്മതിച്ചുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, വെൻ യു ഗെറ്റ് ടൈം അറ്റ്ലീസ്റ്റ് ടിൽ നെക്സ്റ്റ് ഓഫ് അവർ ക്ലാസ്, അതുവരെയെങ്കിലും നിങ്ങൾ ഈ പറയുന്ന കണ്ണ് നിങ്ങൾ വായിക്കുക. learninggnm.com പോയിട്ട് ഐസ് അതിൻ്റെ പ്രോഗ്രാംസ് വായിക്കുക. അടുത്ത ദിവസം നമ്മൾ ബാക്കി ഭാഗങ്ങളിലേക്ക് പോകും. അങ്ങനെ പോകുമ്പോഴെല്ലാം വിശദമായിട്ട് നമുക്ക് പഠിപ്പിക്കാനുള്ള സമയമല്ല, അല്ലെങ്കിൽ അതല്ല നമ്മുടെ പർപ്പസ്. only to initiate you, only to create interest in you so that you may start reading. ഒരിക്കലും നമുക്ക് എന്താ പറയുക, എല്ലാം നമ്മൾ പണ്ട് പറയാറില്ലേ, മീൻ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുക്കലാണ് എൻ്റെ ജോലി. എല്ലാ ദിവസവും നിങ്ങൾക്ക് ഞാൻ മീൻ പിടിച്ചു തരാം, നിങ്ങളത് ചുട്ട് വറുത്ത് തിന്നു എന്ന് പറയുന്നതല്ല അധ്യാപനം. നിങ്ങളോട് ഇങ്ങനെ പോയാൽ നിങ്ങൾക്ക് മീൻ പിടിക്കാൻ പറ്റുമെന്ന് പറയൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് നിങ്ങൾ ചെയ്യണം. ഇതിൻ്റെ ഇടയ്ക്കുള്ള സമയത്തെല്ലാം സമയം കിട്ടുമ്പോഴത്തേക്ക് എന്താണ് ഇവിടെ പറയുന്നത്, എന്താണ് GHK എന്ന് പറയുന്നത് പറയും. പിന്നെ ഞാനിപ്പോഴും കാഷ്വലായിട്ട് ഓർത്തതാണ്, നിങ്ങളെല്ലാവരും ഈ GHKയുടെ മെമ്പേഴ്സാണ്, പെയ്ഡ് മെമ്പേഴ്സാണ്. കാരണം അവിടെ ലോട്ട് ഓഫ് തിങ്സ് ആർ ഹാപ്പനിങ്. നാളെ ഡോക്ടർ ശശിയുടെ ക്ലാസ് ഉണ്ട്. അടുത്ത ഞായറാഴ്ച 2 വിദേശ വനിതകൾ ഞാൻ പറഞ്ഞു ബയോളജിക്കൽ ഇതിനെക്കുറിച്ച് പറയുന്നു. വളരെ നല്ല ക്ലാസ് ആയിരിക്കും.
അതെല്ലാം നിങ്ങൾ കൂടണം. അപ്പം അതിന് വേണ്ടിയിട്ട് വളരെ നിസ്സാരമായ ഒരു ദിവസത്തെ ക്ലാസ്സിന് 20 രൂപ പോലും വരുന്നില്ലെന്നാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം ഒരു വർഷത്തേക്കാണ് നമ്മൾ 200 രൂപ അല്ല 2000 രൂപ ഫീസും അതിൻ്റെ ഇതും കൂടെ കൂട്ടി GST എല്ലാം കൂടെ കൂട്ടിയിട്ട് 2350 രൂപ സംതിങ് വി ആർ ചാർജിങ് ഫോർ 1 ഇയർ. അപ്പോൾ കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയുന്ന പകർച്ചവ്യാധി, ഒരു പകർച്ചവ്യാധി ഇല്ല. ഐ ഡോണ്ട് വാണ്ട് ടു സീ ദാറ്റ് ഐസ് ഇൻ ദാറ്റ് ഫോം. അതുകൊണ്ട് നമുക്ക് അതുപോലെ തന്നെ കാറ്ററാക്ട്, അത് പലപ്പോഴും നമ്മൾ റിട്ടയർമെന്റിന് ശേഷമാണ് വരുന്നത്. അത് സെൽഫ് വർത്ത് എന്ന് പറയുന്ന അതിൻ്റെ ഇഷ്യൂ വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് എല്ലാത്തിനും സൈക്കോളജിക്കലായിട്ടുള്ള സൈക്കിക് സൊല്യൂഷൻ അല്ലെ സൈക്കിക് കോൺഫ്ലിക്ട്സിന്റെ ഭാഷയിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഒരു എൽഡർലി പേഴ്സൺ, അയാളുടെ സ്പൗസ്, വൈഫ് അല്ലെ ഹസ്ബൻഡ് മരണപ്പെട്ടു. സോ ദാറ്റ് പേഴ്സൺ ഗോസ് ബ്ലൈൻഡ്. വൈ? ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു സീ ദോസ് റെമിനൻസ് ഓഫ് ഹിസ് അല്ലെ റെമിനിഷൻ. അതൊന്നും മനസ്സിലേക്ക് കൊണ്ടുവന്ന ഓർമ്മയിലേക്ക് വിഷമിക്കാതിരിക്കാൻ. ഐ ഡോണ്ട് വാണ്ട് ടു സീ. നേച്ചർ ഈസ് പുട്ടിങ് യു പുട്ട് or you go into that mode. which mode? Blind mode അല്ലെങ്കിൽ കുറച്ച് ഡെഫ് മോഡ്. അതൊക്കെ നമ്മൾ പറയും. എല്ലാം നമ്മുടെ ഡിഫൻസിന് വേണ്ടിയിട്ടാണ്, എല്ലാം നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്, എല്ലാം നമ്മുടെ സർവൈവലിന് വേണ്ടിയിട്ടാണ് സോ കോൾഡ് പത്തോളജി ഉണ്ടാകുന്നത് എന്നുള്ളതാണ് സംഗതി. ഇവിടെ ഒരു ഡിസീസും ഇല്ല. അപ്പോൾ സോ കോൾഡ് ഐ സിംറ്റംസ് ആർ നോട്ട് മാൾ ഫങ്ഷൻസ്. എന്തോ തെറ്റുപറ്റി പ്രകൃതിക്ക് ഒരിക്കലും തെറ്റുപറ്റത്തില്ല. അല്ലെങ്കിൽ എന്തോ മിസ്റ്റേക്ക് വന്നു, എന്തോ നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ്സിന്റെ കുഴപ്പമുണ്ടാകും നിങ്ങൾക്ക് കാറ്ററാക്ട് വരുന്നത്, അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല. എല്ലാം വിത്ത് എ പർപ്പസ്. ആ ബയോളജിക്കൽ പർപ്പസ് കണ്ടുപിടിച്ചിട്ട് അത് നിങ്ങൾക്ക് ആദ്യം തന്നെ ഈ പറയുന്ന ക്ലയന്റിലെ സോക്കോൾഡ് പേഷ്യൻസിനോട് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ഓട്ടോമാറ്റിക്കലി ഗെറ്റ് ഔട്ട് ഓഫ് ദാറ്റ് കോൺഫ്ലിക്ട് ബൈ ദി സോക്കോൾഡ് റെസൊല്യൂഷൻ പ്രോഗ്രാം. അങ്ങനെ അതിൻ്റെ അകത്ത് പുറത്തു കിടക്കാനായിട്ട് സാധിക്കും. ദർ ഇസ് നോ നീഡ് ഓഫ് എനി chemical thing to be instilled in the eyes or any antibiotics to be taken, any operations usually. ഇതെല്ലാം നടക്കുന്നുണ്ട്. ഞാനും ഒരു ഓപ്പറേഷന് വിധേയമായിട്ടുള്ള ഒരാളാണ്. അന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ അന്നാണ് എൻ്റെ കണ്ണ് തെളിഞ്ഞതെന്ന് ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ കുറേ മാസം എനിക്കൊരു റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഹിസ്റ്ററി എനിക്കറിയാം, കൃത്യമായിട്ട് അറിയാം. ആ റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് പോലും യു ഗോ ബ്ലൈൻഡ് ബിക്കോസ് യു ഹാപ്പൻ ടു സീ സംതിങ് വെരി വെരി tormenting, very traumatic, so you go blind എന്ന് പ്രകൃതി പറയുവാണ് ചെയ്യുന്നത്. So once you understand it, then you can come out of it. But unfortunately I happened to undergo surgery. അത് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുത്തപ്പോഴാണ് എൻ്റെ ജീവിതത്തിലേക്ക് GNM യഥാർത്ഥ രീതിയിൽ പഠിക്കാനായിട്ടുള്ള പ്രേരകമായി എൻ്റെ സുഹൃത്തുക്കൾ എന്നെ കാണാൻ വന്നപ്പോഴത്തേക്കും ഡോക്ടർ പ്രഫുൽ വിജയക്രീസ് കണ്ടിന്യൂ ഹിസ് ടീച്ചിങ് വിത്ത് GNM എന്ന് പറഞ്ഞു. അപ്പോൾ I started going to the website and reading that thing. And that is how I started learning. അപ്പോൾ ആ വെക്കേഷൻ അല്ല ആ ഒരു റെസ്റ്റിംഗ് പീരീഡിലാണ് ഞാൻ GHK പഠിച്ചു തുടങ്ങിയത്. Then thereafter I don't know what changes it happened or it created in me. So that was the nature's process, അല്ലെങ്കിൽ പ്രകൃതി അല്ലെങ്കിൽ ഭഗവാൻ നമുക്കായിട്ട് തന്ന ഒരു ഇതാണ്. നീ ഒരു കണ്ണ് എന്താ പറയുക, കണ്ണ് തുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രേരകമായിട്ടുള്ള ഒരു ചരിത്ര സംഭവം, എൻ്റെ ചരിത്രത്തിൽ ഉണ്ടായ ഒരു സംഭവമാണ്. അതൊക്കെ നടന്നു. അത് പേഴ്സണൽ ആയിട്ടുള്ള കോൺഫ്ലിക്ട്സ് ആണ്. സോ നേച്ചർ ഈസ് പുട്ടിങ് യു ഇൻ എ ബ്ലൈൻഡ് മോഡ്. ഡോണ്ട് സീ, ഡോണ്ട് ട്രൈ ടു സീ ബിക്കോസ് ഇറ്റ്സ് എ പെയിൻഫുൾ തിങ്. സോ ഡോണ്ട് സീ ദാറ്റ്. പേഴ്സണലായിട്ട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം, പരസ്യമായിട്ട് പറയുന്നത്. സോ അണ്ടർസ്റ്റാൻഡിങ് കോൺഫ്ലിക്ട്സ് ഹെൽപ്സ് resolve and prevent chronicity. GHK gives a conflict specific roadmap for helping patients. അപ്പോൾ ഈ GHK എന്ന് പറയുന്ന ശാസ്ത്രം പഠിച്ചാൽ എങ്ങനെ നിങ്ങൾക്ക് ഈ ഡീവിയേഷൻ തുടങ്ങുമ്പോൾ തന്നെ, ഡീവിയേഷൻ ഫ്രം നോർമൽസി ടു അബ്നോർമൽ എന്ന് വിളിക്കുന്ന ഒരു ഡീവിയേഷൻ സംഭവിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് യു ക്യാൻ ഐഡന്റിഫൈ ദി കോൺഫ്ലിക്ട് ആൻഡ് thereby you can correct that, then you can bring back. ഇവിടെ യാതൊരു മെഡിസിൻ്റെയും ചർച്ച ചെയ്യുന്നില്ല. കാരണം ഇന്ന മെഡിസിൻ കൊടുത്താൽ മതി, കണ്ണിൽ ഇതൊഴിച്ചാൽ മതി, യൂഫ്രേഷ്യ ഒഴിച്ചാൽ മതി, ഇന്ന മെഡിസിൻ, ഇതൊന്നും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. കാരണം ഇവിടെ അതൊക്കെ നമ്മുടെ ഹോമിയോപ്പതി ക്ലാസ്സിൽ ഇതെല്ലാം വരും. അടുത്ത ദിവസം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസാണ് നാളെ ഡോക്ടർ ശശി അവതരിപ്പിക്കുന്നത്. അതിൻ്റെ അകത്ത് ഓട്ടോഇമ്യൂൺ ഡിസീസാണ്, ഷോഗ്രെയിൻസ് സിൻഡ്രോമാണ്. അതുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും വിളിക്കുകയാണ്. ഇനി വെറും 24 മണിക്കൂറേ ഉള്ളൂ നിങ്ങൾക്ക് മെമ്പർ ആവാനായിട്ട്. അതും പ്രത്യേക കൺസിഡറേഷനിൽ മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പെയ്ഡ് മെമ്പേഴ്സ് ആവുക. ദെൻ യു വിൽ ബി ഏബിൾ ടു അറ്റൻഡ് ഹിസ് ക്ലാസ്. ഓക്കെ, അപ്പോൾ ഇതൊരു മോട്ടിവേഷനാണ്. നിങ്ങളെ GHK പഠിക്കാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുത്തുന്ന ഒരു സെഷൻ മാത്രമാണ്. അല്ലാതെ GHKയുടെ കണ്ണ് സംബന്ധമായിട്ടുള്ള
മുഴുവൻ പ്രോഗ്രാംസും ഞാൻ വായിച്ചു. ഏതാണ്ട് 100ഓളം പ്രോഗ്രാംസ് അവതരിപ്പിക്കണം, ഇതിൻ്റെ ഫുൾ ക്ലാസ് എടുക്കണമെങ്കിൽ. ദാറ്റ് എലോൺ വിൽ ടേക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരാഴ്ചയൊക്കെ പഠിപ്പിച്ചാലേ കണ്ണിൻ്റെ GHK എലോൺ, നമ്മൾ ഒപ്താൽമോളജി സ്പെഷ്യലിസ്റ്റ് ആവുകയല്ല ചെയ്യുന്നത്, GHK ആൻഡ് ഐ എന്ന് പറയുന്ന ഓർഗൻ്റെ പഠിക്കാനായിട്ടുള്ള കംപ്ലീറ്റ് ആകത്തുള്ളൂ. അത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതേ ഉള്ളൂ. നിങ്ങളുടെ ഒരു കംപ്ലൈൻറ്റ് വരുമ്പോൾ മാത്രമല്ല, ആഫ്റ്റർ റീഡിങ് നമ്മൾ മ്യൂസിക് പഠിക്കുന്ന പോലെ കുറെ കഴിയുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി കം ടു യുവർ മൈൻഡ്. ഇത് സാ രി ഗ മ പ ധ നി. നിങ്ങളുടെ ഓട്ടോമാറ്റിക്കലി വരും അത് ഏത് രാഗമാണ്, ഏത് പിച്ച്, ഏത് സ്കെയിലാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ നിങ്ങളത് വളരെ ഈസിയാണ്, അത് അത്ര പ്രയാസമായിട്ട് നിങ്ങളെ പേടിപ്പിക്കുന്നില്ല, വളരെ ഈസിയാണ്. പക്ഷെ നിങ്ങൾ ഇൻട്രസ്റ്റ് എടുക്കണം. കാരണം രോഗം എന്ന് പറയുന്നതിൻ്റെ രഹസ്യം എന്താണെന്ന് പഠിക്കാൻ ഒരു താല്പര്യം നിങ്ങൾ എടുക്കുക. എന്താണ് സോ കോൾഡ് ഡിസീസ്? No disease is to trouble you, give you trouble. God, our creator, will not do something harmful, inimical to us. No. All beneficial programs. അതൊരു ചൊറിച്ചിൽ മുതൽ ഒരു സീരിയസ് ആയിട്ടുള്ള ഹാർട്ട് അറ്റാക്ക് മുതൽ ഏത് സീരിയസ് എന്ന് പറയുന്ന സ്ട്രോക്ക് മുതൽ ഏത് രോഗവും വിത്ത് എ പർപ്പസ് ഓഫ് സർവൈവൽ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ബട്ട് ദർ ആർ സർട്ടൺ ഡെത്ത് നടക്കുന്നില്ലേ? നടക്കും. ഡെത്ത് നടക്കും. അതിനു വേണ്ടിയിട്ട് ചില ഇൻറ്റൻസിറ്റി, ഹൗ വി ടേക്ക് ദി ഇൻറ്റൻസിറ്റി ഈസ് ദി ഇമ്പോർട്ടൻറ്റ് തിങ്. The event as such may not be that intense, but how we take that in a particular instance, that is what makes us intense ആണ് നമുക്ക് തോന്നുന്നതിൻ്റെ കാര്യം. അപ്പോൾ ഇനിയുള്ള സമയം കുറച്ച് നീണ്ടുപോയി. നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം, എന്നാലാവുന്ന പോലെയുള്ള ഉത്തരങ്ങൾ പറയാം, എന്നിട്ട് നമുക്ക് പിരിയാം. പിന്നെ രാത്രിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ. ചോദിച്ചോളൂ. റീഡിംഗ് ക്ലാസ് ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഒഴിവാക്കാൻ പറ്റും മിസ്റ്റർ ഹനീഫ. തുടക്കത്തിലേ മാറ്റണം. ഞാനും റീഡിംഗ് ക്ലാസ് ഉപയോഗിച്ചുകൊണ്ടാണ്. കാരണം ഞാൻ ഇത് പഠിച്ചപ്പോൾ തന്നെ ഞാനൊരു 10-20 വർഷമെങ്കിലും അതിലൊക്കെ കൂടുതൽ ഞാനിത് ഉപയോഗിച്ചു. ഇപ്പോഴും എനിക്ക് മാക്സിമം ഞാൻ ട്രൈ ചെയ്യും, ക്ലാസ് മാറ്റിയിട്ട് നമുക്ക് കാണാനായിട്ട് ശ്രമിക്കും. ഉള്ളി നിങ്ങളുടെ മനസ്സിലൊരു ഡിസയർ വന്നാൽ മതി, യെസ് ഐ വാണ്ട് ടു സീ. അപ്പോൾ ചിലത് കാണാൻ ഇഷ്ടമില്ലാത്തൊന്നും ഉണ്ടാകാൻ പാടില്ല, എല്ലാത്തിനെയും നിങ്ങൾ കാണണം. നല്ലതല്ലാത്ത, വെൽക്കം ചെയ്യാത്ത എല്ലാത്തിനെയും നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ബിസിനസ്സും നിങ്ങൾക്ക് മാറ്റാം. കണ്ണട മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് ശ്രമിക്കൂ. എന്നിട്ട് നിങ്ങളോട് തന്നെ പറയൂ, യെസ് നൗ ഐ ആം റീഡിങ് ബെറ്റർ, ഐ ക്യാൻ റീഡ് ബെറ്റർ. ഇത് കുറേ വർഷം കഴിയുമ്പോഴേ നമ്മുടെ എല്ലാ ടിഷ്യൂവും അതിനനുസരിച്ചിട്ടുള്ള എലാസ്റ്റിസിറ്റി ഒക്കെ നഷ്ടപ്പെട്ട് അതിൻ്റെ ഹാർഡനിങ് ടിഷ്യൂ അല്ലെങ്കിൽ സ്കാർ ടിഷ്യൂ ഒക്കെ ഫോം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ടു ബ്രിങ് ഇറ്റ് ബാക്ക് ടു ദി, അറിയാമല്ലോ അതിൻ്റെ ഈ ലെൻസിനെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന സിലിയറി ബോഡിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സിലിയറി ബോഡിയുടെ ഒക്കെ ഉള്ള എലാസ്റ്റിസിറ്റി ഒക്കെ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് നമുക്ക് വയസ്സായി കഴിയുമ്പോഴത്തേക്ക് അതൊരു മസ്റ്റാണ്. ആരും കണ്ണാടി ഉപയോഗിക്കാതിരിക്കട്ടെ. എല്ലാവരും എന്തുകൊണ്ടാണ് എനിക്ക് കാണാനായിട്ട് വിഷമമുണ്ടെന്ന് മനസ്സിലാക്കട്ടെ. അപ്പോഴത്തെ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് മാറ്റാൻ പറ്റും. ഈ കണ്ണാടി ബിസിനസ് മാത്രമല്ല, എല്ലാ സർജറി ബിസിനസ്സും, എല്ലാ ഡെന്റൽ സർജറീസും, എല്ലാ ബോഡി എല്ലാം നമുക്ക് മാറ്റാൻ സാധിക്കും. അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം. അതിലേക്കാണ് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെ സംഭവിക്കും. കാരണം ഈ പറയുന്ന ഫാർമ ഇൻഡസ്ട്രി ഒന്നും അധികം കാലമൊന്നും പോകത്തില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ വരട്ടെ. കാരണം ഈ ജനറേഷനെ മുഴുവനും വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ സ്ലോ പോയിസണിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതിൻ്റെ അകത്ത് ദയവ് ചെയ്ത് ഹോമിയോപ്പതി എന്ന് പറയുന്ന ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ശാസ്ത്രം പഠിച്ച് നിങ്ങളും ചെന്ന് പെടരുത്. ഇല്ല ഞാൻ ടിങ്ചറാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ചെറിയ ലോ പൊട്ടൻസിയാണ് കൊടുക്കുന്നത് പറയണ്ട. നമ്മളുടെ ഇതിൽ ഡൈനാമൈസ്ഡ് മെഡിസിൻ മാത്രമേ ഉള്ളൂ. എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മൾ അതിനൊക്കെ നിയമസാധ്യത മേടിച്ചെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ടിങ്ചർ ഉപയോഗിക്കുന്ന ഒന്നും ഹോമിയോപ്പതി അല്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനൊരു ടിങ്ചർ ഉപയോഗിക്കാറില്ല. ലോ പൊട്ടൻസി മെഡിസിൻ മാക്സിമം ഒഴിവാക്കുന്ന ആളാണ്. അതുകൊണ്ട് ഹൈ പൊട്ടൻസിയാണ് നമ്മുടെ ഡൈനാമൈസേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഡൈനാമിക്സിനെ കുറിച്ച് പഠിക്കുന്നവർക്ക് വേണ്ടത്. അതാണ് ഹോമിയോപ്പതി നമുക്ക് നൽകിയ ഏറ്റവും മനോഹരമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ. അത് ആസ്വദിക്കുക. എന്നിട്ട് GHK ബേസ്ഡ് ഹോമിയോപ്പതി മാസ്റ്ററി, അതിലൂടെ നിങ്ങൾക്ക് ഹോമിയോപ്പതിയെ ഏറ്റവും ടോപ്പിലേക്ക് നമ്പർ 1 സിസ്റ്റം ഓഫ് മെഡിക്കൽ സിസ്റ്റം ഇൻ ദി വേൾഡ് ആയിട്ട് മാറ്റാനായിട്ട് എന്നെ സേവിക്കുന്ന ഹോമിയോപ്പതി ഡോക്ടേഴ്സും അനുകൂലമായിട്ട് ചിന്തിക്കുന്നവരും ആഗ്രഹമുള്ളവരും എല്ലാവരും ലവേഴ്സ് എന്ന് പറയുന്നവരൊക്കെ അതിലേക്ക് വരിക. എന്തെങ്കിലും ചോദ്യമുണ്ടോ? ഹനീഫ ചോദിച്ചതിന് സന്തോഷം. താങ്ക് യു. വളരെ നിസ്സാരമായിട്ടുള്ള ഫീസ് കൊടുത്ത് നമ്മുടെ പെയ്ഡ് കോഴ്സസിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് എല്ലാവരെയും ക്ഷണിക്കുകയാണ്.
അതുപോലെ അടുത്ത ക്ലാസ്സുകൾ അടുത്ത വെള്ളിയാഴ്ച ഡോക്ടർ ശശിയുടെ വീണ്ടും ക്ലാസ് ഉണ്ട്. അതിൻ്റെയൊക്കെ പോസ്റ്റർ നമ്മുടെ ഗ്രൂപ്പിൽ ഇടുമ്പോൾ എല്ലാവരിലും മാക്സിമം എത്തിക്കുക. എന്നിട്ട് ഈ ക്ലാസ് കൂടാനായിട്ട് മാക്സിമം പേരെ ഇൻവൈറ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ബന്ധുക്കള്, സുഹൃത്തുക്കള് എല്ലാവരെയും ഇവിടെ കൊണ്ടുവരിക. അങ്ങനെ ഈ ഗ്രൂപ്പ് വലുതാകട്ടെ. അങ്ങനെയാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക്. നമ്മുടെ ലക്ഷ്യം ചെറുതൊന്നുമല്ല. ഈ ലോകത്തുള്ള മുഴുവൻ പേരെയും GNM പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അതിൽ കുറഞ്ഞിട്ടുള്ള ഒന്നുമില്ല. അതുകൊണ്ട് അതിലേക്ക് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ വേണം. ഇതിനിടയ്ക്ക് പലരും രംഗത്ത് നിന്ന് മാറിയെന്നിരിക്കും. മരണം മൂലം ചിലപ്പോൾ മാറി. എന്നാൽ ഈ ശാസ്ത്രം മുന്നോട്ട് പോകും. ഈ അറിവ് ലോകത്തിന് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ളതാണ്. അങ്ങനെയാണ് ഇതൊക്കെ ലോകത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡോക്ടർ ഹാനിമാൻ തന്ന അറിവായാലും ഡോക്ടർ ഹാമർ തന്ന അറിവായാലും. ഇനി അതർ ക്വസ്റ്റ്യൻ? ഇല്ലെങ്കിൽ നമുക്ക് പിരിയണം, ഉറങ്ങണ്ടേ? 10:15 അതുകൊണ്ട് അധികം നീട്ടിക്കൊണ്ട് പോകുന്നത് ശരിയല്ല. നാളെ വീണ്ടും 4 മണിക്ക് എണീക്കേണ്ട ഒരാളാണ് ഞാൻ. പൊതുവെ നാളായിട്ട് തുടങ്ങിയതാണ്. 4 മണി ഒരു ക്ലബ് ഉണ്ടായിരുന്നു. അന്ന് സൃഷ്ടിച്ച ഒരു 140ഓളം വീഡിയോസാണ് നിങ്ങൾക്ക് മലയാളത്തിൽ ഞങ്ങളുടെ വെബ്സൈറ്റിൽ ഫ്രീ ആയിട്ട് വായിക്കാൻ പറ്റുന്നത്. അതിന് പ്രേരകമായിട്ടുള്ളത് റോബിൻ തിരുമല എന്ന് പറയുന്ന അതിൻ്റെ ഉപജ്ഞാതാവും മരിച്ചുപോയ ബിജു ടി കോലോത്തുമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് എന്നെ മോട്ടിവേറ്റ് ഈ ഒരു പരിപാടിയിലേക്ക് ഡെയിലി ക്ലിപ്പിങ്സ് പ്രിപ്പയർ ചെയ്യാനും. അങ്ങനെയാണ് ഞാൻ 440 ഓഡിയോ ക്ലിപ്പിങ്സ് പ്രിപ്പയർ ചെയ്തു. എല്ലാം ചരിത്രമാണ്. സന്തോഷം. അനിത ഡോക്ടർ വൈൻഡപ്പ് ചെയ്യാം. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. വൈൻഡപ്പ് ചെയ്യാം സാറേ. ഓക്കെ സാറേ, താങ്ക് യു ഓൾ. നല്ലൊരു ഇൻഫോർമേറ്റീവ് സെഷൻ ആയിരുന്നു. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. നമ്മുടെ സാറ് നന്നായിട്ട് നമുക്ക് ഈയിടെ കോൺഫ്ലിക്റ്റുകളൊക്കെ നമുക്ക് നന്നായിട്ട് പറഞ്ഞു തന്നു. അപ്പം എല്ലാവർക്കും വീണ്ടും ഇതുപോലെ നല്ല ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്താം. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്.